ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ബോയ്സ് ആൻഡ് ഗേൾസ്, പ്ലാറ്റ്ഫോം സെൻറ്റർ പുതുപുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നിൽക്കുന്നത് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനാണ്. സത്യം പറഞ്ഞാൽ സമയമില്ല, തീരെ സമയമില്ല. നമുക്ക് 5:20 പുറത്തുനിന്ന് ട്രെയിനിൽ കയറാൻ വേണ്ടി ഞാൻ പുറത്തിറങ്ങിയതിന് 5 മണിക്കാണ്. സമയം 4:59. നമുക്ക് ഇവിടെ നിന്നൊരു ട്രെയിൻ യാത്ര നമ്മൾ തുടങ്ങാൻ പോകണം. ഏതാണ് ട്രെയിൻ യാത്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കിടക്കുന്ന വണ്ടിയാണ് നമ്മുടെ വണ്ടി. എൻ്റെ റൈറ്റ് സൈഡിൽ കിടക്കുന്ന വണ്ടിയിലാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. കൂടുതൽ വിശേഷങ്ങളൊക്കെ ഞാനിപ്പോൾ പറയാം. ഷൊർണൂർ വരെ പോകുന്ന തിരുവനന്തപുരം സെൻട്രൽ ഷൊർണൂർ വേണാട് എക്സ്പ്രസ് തിരുവനന്തപുരം സെൻട്രൽ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നു. അപ്പോൾ അതാണ് നമ്മുടെ വണ്ടി, മനസ്സിലായില്ലേ? ഏതാണ് ഈ വണ്ടിയിലാണ് നമ്മൾ പോകുന്നത്. 16302 അപ്പോൾ 16302 തിരുവനന്തപുരം സെൻട്രൽ ഷൊർണൂർ ജംഗ്ഷൻ വേണാട് എക്സ്പ്രസ്സിനാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. അപ്പോൾ ഇതാണ് നമ്മുടെ കോച്ച്. പതിവ് പോലെ ഞാൻ AC ചെയർക്കാരനാണ് ടിക്കറ്റ് എടുത്തത്, അറിയാമല്ലോ. അതാകുമ്പോൾ നമുക്ക് ഡോറ് കുറച്ചും കൂടി ഫ്രീ ആയിട്ട് കിട്ടും. കണ്ടിട്ടൊരു പുതുപുത്തൻ കോച്ച് പോലെ ഉണ്ട്, കാരണം റോളർ ബ്ലൈൻസ് ആണ്, കർട്ടനല്ല. അപ്പോൾ അതെ, 242675 ആണ് നമ്മുടെ കോച്ച്. പുതുപുത്തൻ കോച്ചാണ്, 2024 ബിൽഡ് കോച്ചാണ്. ഇതെനിക്ക് തോന്നുന്നു നമ്മുടെ ഇൻ്റർസിറ്റിക്ക് വന്ന കോച്ചാണെന്ന് തോന്നുന്നു. നമുക്കെന്നാൽ ലോക്കോ കണ്ടിട്ട് തിരിച്ചു വരാം, എന്നിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. അപ്പോൾ നമ്മളങ്ങനെ നമ്മുടെ ട്രെയിനിൻ്റെ ഫ്രണ്ട് എൻഡിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ലോക്കോ 30358 റോയപുരത്തിൻ്റെ. ഫ്രണ്ടിൽ നിന്ന് കാണിക്കാൻ വഴിയില്ല, കാരണം പ്ലാറ്റ്ഫോം അപ്പോഴേക്കും തീരുകയാണ്. നമ്മൾ ഒരുപാട് ഫ്രണ്ടിലോട്ട് പോകുന്നില്ല. കറക്റ്റ് ട്രോളി പാത്ത് വരെ ഉണ്ട് ലോക്കോ. നമുക്കെന്നാൽ ലോക്കോ നമുക്ക് ഷൊർണൂർ എത്തിയിട്ട് നമുക്ക് കാണാം കേട്ടോ. നമുക്ക് തിരിച്ച് നമ്മുടെ കോച്ചിലോട്ട് പോകാം. അപ്പോൾ ദിവസം തുടങ്ങാൻ ഞാനൊരു ബദാം പാൽ മേടിച്ചു. ചായ കാപ്പി ഒന്നും ആ പ്ലാറ്റ്ഫോം സ്റ്റോൾ ഉണ്ടായിരുന്നില്ല. ഇത് അമൃത എക്സ്പ്രസ്സിൻ്റെ റേക്കാണ്. പിറ്റ് ലൈനിലേക്ക് ഷണ്ടിയാണ്. അതിന് തൊട്ടപ്പുറത്തായിട്ട് ശബരി എക്സ്പ്രസ്സിൻ്റെ റേക്ക് വന്ന് കിടക്കുന്നുണ്ട്. അതായത് രാവിലെ 6:30 പോകേണ്ട സെക്കൻഡറാബാദ് ശബരി എക്സ്പ്രസ്. ഈ ശബരി എക്സ്പ്രസ് സെപ്റ്റംബർ അവസാനം മുതൽ തിരുവനന്തപുരം ബേസ്ഡ് ആയിരിക്കും. സെപ്റ്റംബർ അവസാനം മുതൽ സദേൺ റെയിൽവേയുടെ റേക്കായിരിക്കും. ഇത് സൂപ്പർ ഫാസ്റ്റ് ട്രെയിനും കൂടി ആവുകയാണ്. അപ്പോൾ ഇത് സൂപ്പർ ഫാസ്റ്റ് ട്രെയിൻ ആയി കഴിഞ്ഞിട്ട് നമുക്ക് ശബരിക്ക് ഒരു ട്രിപ്പ് നമുക്ക് പ്ലാൻ ചെയ്യാം. ഇവിടുന്ന് ട്രിവാൻഡ്രം ടു സെക്കൻഡറാബാദ് ട്രിപ്പ് നമുക്ക് പ്ലാൻ ചെയ്യാം. അപ്പോൾ നമ്മുടെ വന്ദേ ഭാരതം നമ്മുടെ സൈഡിൽ കിടക്കുന്നുണ്ട്. ഇത് 5:10 പോകേണ്ട റേക്കാണ്. 5:10 കഴിഞ്ഞു. എൻ്റെ വാച്ചിൽ 5:10 കഴിഞ്ഞു. റെയിൽവേ ടൈം 5:10 ആണെന്ന് എനിക്കറിയില്ല. ഇത് പുറപ്പെട്ടിട്ടില്ല, ഉടനെ പുറപ്പെടുമെന്ന് തോന്നുന്നു കണ്ടിട്ട്. അപ്പോൾ വന്ദേ ഭാരതത്തിന് നമ്മളൊരിക്കൽ ഒരു end to end ട്രിപ്പ് ട്രിവാൻഡ്രം മുതൽ കാസർഗോഡ് വരെ നമ്മളൊരു end to end ട്രിപ്പ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. വന്ദേ ഭാരത് ഇവിടുന്ന് 5:10 പുറപ്പെട്ടാൽ 10 മണി കഴിയുമ്പോൾ ഒരു 10:15 ആകുമ്പോഴേക്കും അത് ഷൊർണൂർ ജംഗ്ഷൻ എത്തും. നമ്മൾ ഷൊർണൂർ എത്താൻ 12 മണി കഴിയും. നമ്മളിതിനെക്കാട്ടും ജസ്റ്റ് 2 മിനിറ്റ് പുറകിലാണ് പുറപ്പെടുന്നത്. പക്ഷേ നമ്മൾ ഏകദേശം ഒരു 2 മണിക്കൂറിന് മേലെ പുറകിലാണ് നമ്മൾ ഷൊർണൂർ എത്തുക. ഇതാണ് നമ്മുടെ കോച്ച്. പുതിയ ഇൻറ്റീരിയേഴ്സാണ്. ഞാൻ വണ്ടി വിട്ട് വേണ്ടി കാണിക്കാം. ഓൾറെഡി യാത്രക്കാരൊക്കെ കയറി കഴിഞ്ഞു. എൻ്റെ പാസഞ്ചർ കൊല്ലത്തുനിന്ന് കയറുള്ളൂ. അപ്പോൾ എൻ്റെ സീറ്റ് കാര്യമാണ്. അപ്പോൾ ഞാൻ അതിൽ വെച്ച് ബാക്കി വിശേഷങ്ങളൊക്കെ കയറിയിട്ട് കാണിച്ചു തരാം. ഈ കാണുന്ന നമ്മുടെ തൊട്ടടുത്തുള്ള റിസർവ്ഡ് non-AC ചെയർക്കാർ. ഇത് സാധാരണ ചെയർക്കാർ തന്നെയാണ്. നമ്മൾ ഇന്നലെ വന്ന് ജനശതാബ്ദിയിൽ ഉണ്ടാകുന്ന ടൈപ്പ്. നല്ല സീറ്റുകളാണ്. ഒറ്റ കുഴപ്പമില്ല, എൻ്റെ പുഷ് ബാക്ക് ഒന്നും മര്യാദയ്ക്ക് വർക്ക് ചെയ്യില്ല. ഇപ്പോൾ വന്ദേ ഭാരത് എക്സ്പ്രസ് ഇങ്ങനെ ഇറങ്ങിപ്പോവാണ്. ഇപ്പോൾ സമയം ഏകദേശം 5:16 കഴിഞ്ഞു. വന്ദേ ഭാരത് നല്ലോണം 6 മിനിറ്റോളം ലേറ്റാണ്. വന്ദേ ഭാരത് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവിടുന്ന് വലിയ തിരക്കില്ല, കണ്ടോ. സീറ്റുകളൊക്കെ അത്യാവശ്യം കാലിയാണ്. ഈ വണ്ടി നിറയുന്നത് കൊല്ലം, കോട്ടയം അങ്ങനെയാണ്. വന്ദേ ഭാരത് എക്സ്പ്രസ്സുകൾക്ക് ഗ്രീൻ ഫ്ലാഷർ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ജനൽ വഴിയുള്ള ഫ്ലാഗ് എക്സ്ചേഞ്ചും കൊടി എക്സ്ചേഞ്ചും ഒന്നും ഇല്ല അവർക്ക്. ഇതാ പോയി നമ്മുടെ വന്ദേ ഭാരതം. അപ്പോൾ വന്ദേ ഭാരത് എക്സ്പ്രസ് അങ്ങനെ പോയി. ഇനിയിപ്പോൾ അധികം താമസിച്ചാൽ നമ്മളും പുറപ്പെടുകയും. ഇതാണ് നമ്മുടെ കോച്ചിൻ്റെ ബിൽഡേഴ്സ് പ്ലേറ്റ്. ഇൻറ്റഗ്രൽ കോച്ച് ഫാക്ടറി സെപ്റ്റംബർ 2024 പണിതാണ്. 242675. അപ്പോൾ നമുക്ക് പുറപ്പെടാനുള്ള സ്റ്റാർട്ടർ ആയി കഴിഞ്ഞു. നമുക്ക് പുറപ്പെടാൻ മെയിൻലാൻഡ് ഡിപ്പാർട്ട്മെൻറ്റ് പച്ച കത്തിയിറക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ഗാർഡനോട് വർത്താനം പറഞ്ഞ LP ക്ലിയറൻസ് മേടിച്ച് കഴിഞ്ഞാൽ ട്രെയിൻ പുറപ്പെടും. ഓപ്പോസിറ്റ് ലൈനിലെ പ്ലാറ്റ്ഫോം നമ്പർ 1 കയറി വരുന്ന 16128 ഗുരുവായൂർ ചെന്നൈ എക്സ്പ്രസ് ആണ്. ഇപ്പോൾ താമ്പരം വരെ ഓടുന്നുള്ളൂ എന്ന് തോന്നുന്നു, ഉറപ്പില്ല. താമ്പരം വരെ കണ്ടപോലെ എനിക്കൊരു ഓർമ്മ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പെയറിംഗ് ട്രെയിൻ നമ്മൾ 16128 ഒരു പ്രാവശ്യം താമ്പരം വരെ യാത്ര ചെയ്തിട്ടുണ്ട്. തൃശ്ശൂർ ടു താമ്പരം. ഇതിൻ്റെ ഓപ്പോസിറ്റ് വണ്ടിക്കും ഒരു ട്രിപ്പ് ആലോചിക്കേണ്ടതാണ്.
അപ്പോൾ നമ്മളങ്ങനെ തിരുവനന്തപുരം സെൻറ്ററിൽ നിന്ന് പുറപ്പെട്ടു. പ്ലാറ്റ്ഫോം സൈഡ് കാണിക്കാൻ വഴിയില്ല, കാരണം എനിക്ക് ഗുരുവായൂർ എക്സ്പ്രസ്സിന് ഇൻകമിൽ നിന്ന് കാണിക്കണം, ഗുരുവായൂർ ചെന്നൈ എക്സ്പ്രസ്സിൽ. നമ്മൾ 5:24 4 മിനിറ്റ് ലേറ്റാണ്. ഇത് എൻ്റെ വാച്ചിലെ ടൈമാണ്. എൻ്റെ വാച്ച് റെയിൽവേ ക്ലോക്കിനെക്കാട് ഏകദേശം 1 മിനിറ്റിന് മേലെ ഫാസ്റ്റാണ്. ഞാൻ ഗുരുവായൂർ എക്സ്പ്രസ് കയറി വരുന്നു. 222 അപ്പോൾ നമ്മളങ്ങനെ തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് നമ്മുടെ യാത്ര പുറപ്പെട്ടിരിക്കുന്നു. ഓൺ ടൈം അല്ല, അല്പം ലേറ്റാണ്. അപ്പോൾ തിരുവനന്തപുരം സെൻട്രൽ ശബരി എടുക്കാനുള്ളൊരു പീസാണ് ഇവിടെ കിടപ്പുണ്ട്. അപ്പുറത്തൊരു ബാക്ക് 4 ഹൗളിൽ ട്രെയിൻ ജനശതാബ്ദി എക്സ്പ്രസ് കിടപ്പുണ്ട്. ഇന്നലെ നമ്മൾ വരേണ്ടിയിരുന്ന ജനശതാബ്ദി എക്സ്പ്രസ് ഇവിടെ വന്ന് കയറിയത് ഇന്ന് വെളുപ്പിന്, അതായത് മിഡ് നൈറ്റ് കഴിഞ്ഞിട്ടാണ്. 12:30 മറ്റാണ് വന്ന് കയറിയത്. ഭാഗ്യം നമ്മളതിന് യാത്ര തുടരാഞ്ഞത്. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങൾ കുറച്ച് നേരം എടുത്തിട്ട് കാണാം. ഇതാണ് നമ്മുടെ കോച്ചിൻ്റെ ഇൻറ്റീരിയേഴ്സ്. അപ്പം നമ്മളിപ്പോൾ നമ്മുടെ രണ്ടാമത്തെ സ്റ്റോപ്പായ ചിറയൻകീഴ് സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഹോൾട്ട് സ്റ്റേഷനാണ്. ആൾ കയറാനുള്ളതുകൊണ്ട് മാത്രം ഞാൻ ഒന്ന് ഇറങ്ങിയതാണ് കേട്ടോ. ഇതുവരെ മഴ തുടങ്ങി, നല്ല മഴയുണ്ട്. രണ്ടാമത്തെ സ്റ്റോപ്പ് എന്ന് പറയാനുള്ള കാരണം ഇത് രണ്ടാമത്തെ സ്റ്റോപ്പാണ്. വണ്ടി ശരിക്കും പേട്ടൻ നിർത്തിയായിരുന്നു. ഞാൻ ക്യാപ്ചർ ചെയ്തില്ലായിരുന്നു, കാരണം ഞാനപ്പോൾ അകത്തിരിക്കുകയായിരുന്നു. TT ചെക്കിങ്ങിന് വന്നിട്ടുണ്ടായിരുന്നു. അതിനുള്ള സ്റ്റോപ്പാണ് ചിറയൻകീഴ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് കടക്കാവൂർ, നമ്മൾ അടുത്ത സ്റ്റോപ്പായി കടക്കാവൂരിലേക്ക് എത്തുകയാണ്. ഈ ചിറയൻകീഴും കടക്കാവൂർ നമ്മൾ 3 കിലോമീറ്ററിൻ്റെ ഗ്യാപ്പുണ്ട്. എന്നാലും രണ്ടിനും സ്റ്റോപ്പുണ്ട്. ഓപ്പോസിറ്റ് ലൈനിൽ എന്തോ ഒരു വണ്ടി വരുന്നുണ്ട്. മാവേലി എക്സ്പ്രസ് ആയിരിക്കണം എൻ്റെ കണക്കൂട്ടിൽ ശരിയാണെന്നുണ്ടെങ്കിൽ. റെയിൻ വാട്ടർ ഗട്ടറിൽ നിന്ന് വെള്ളം വീണു തുടങ്ങി. കടക്കാവൂർ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ആണല്ലോ. ഏതാ വണ്ടി എന്നൊരു പിടിയും കിട്ടുന്നില്ല. ഗാന്ധിധാം നഗർ. പ്ലാറ്റ്ഫോമിൽ തീരെ ഷെൽട്ടറില്ല. അപ്പം അങ്ങനെ വർക്കലയിലെത്തി. നമ്മൾ പരവൂർ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. പരവൂർ. ഞാൻ കുറച്ച് നേരം റെസ്റ്റ് എടുക്കുമായിരുന്നു, കാരണം നമ്മൾ ഏർലി മോർണിംഗ് തുടങ്ങിയതല്ലേ. പിന്നെ രാവിലെ ഒന്നും കിട്ടിയില്ല. എനിക്ക് രാവിലെ എന്തെങ്കിലും കഴിക്കാനാണ് ഇഷ്ടം. ഇന്ന് രാവിലെ ഒന്നും കിട്ടിയില്ല. ഇന്ന് രാവിലെ ആകെ കിട്ടിയതൊരു ബദാം മിൽക്കും 2 ബിസ്ക്കറ്റ് മേടിച്ചായിരുന്നു അവിടെ, 2 കുഞ്ഞ് ബിസ്ക്കറ്റ്. അതാണ് ഇന്ന് രാവിലത്തെ നമ്മുടെ സ്റ്റാർട്ടിങ്. ഞാൻ സത്യം പറഞ്ഞാൽ നേരത്തെ എണീക്കാൻ പ്ലാൻ ചെയ്യാൻ 3:30 ഉണർന്നതുമാണ്. പക്ഷേ റെഡിയായി വന്നപ്പോഴേക്കും ലേറ്റായി. റെഡിയായി ഞാൻ പുറത്ത്
ഞാൻ റിട്ടയറിംഗ് റൂമിലാണ് തങ്ങിയത്. അവിടെ നിന്ന് പുറത്തിറങ്ങി വന്നപ്പോഴേക്കും തന്നെ 4:45 കഴിഞ്ഞു. പിന്നെ ഒന്നിനും സമയം ഉണ്ടായിരുന്നില്ല. ക്ലൗഡിയാണ്. പിന്നെ ഒരു സൺറൈസ് ഒന്നും ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. സൺറൈസ് ഒന്നും കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നല്ലോണം ക്ലൗഡിയാണ്. ചെറുതായിട്ട് മഴ ചാറുന്നുണ്ട്. പരവൂർക്കായലായിരുന്നു അത്. വയനാട് എക്സ്പ്രസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ സ്റ്റോപ്പാണ്. ചറവറ സ്റ്റോപ്പാണ്. ഇത് കഴിഞ്ഞാൽ കൊല്ലത്തിന് മുമ്പ് മയ്യനാടും കൂടെ സ്റ്റോപ്പുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ കൊല്ലത്തേക്ക് വരുന്നു. വളരെ വളരെ പെട്ടെന്ന് നമ്മുടെ അടുത്ത സ്റ്റോപ്പ് എത്തി. മയ്യനാട് ഹോൾട്ട് സ്റ്റേഷനാണ്. ഇതും പണ്ട് ബ്ലോക്ക് സ്റ്റേഷനാണെന്ന് തോന്നുന്നു. ഇപ്പോൾ ഹോൾട്ട്. അപ്പോൾ നമ്മളങ്ങനെ മയ്യനാട് നിന്ന് പുറപ്പെടുകയായി. ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന അത്യാവശ്യം നല്ല ജേർക്കോട് കൂടിയാണ് മിക്കവാറൊക്കെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഞാൻ ക്യാമറയിൽ റെക്കോർഡ് ചെയ്യുന്ന ഡിപ്പാർച്ചേഴ്സ് എല്ലാം ജേർക്കില്ലാണ്ടാണ് ഡിപ്പാർട്ട് വന്നത്. ഇപ്പോൾ നമ്മൾ വർക്കലയിൽ നിന്ന് എടുത്തതും അങ്ങനത്തെ കുറേ ഡിപ്പാർച്ചേഴ്സ് ഭയങ്കര ജേർക്കുണ്ടായിരുന്നു. ഒരെണ്ണത്തിൽ ഞാൻ പറയുന്നത് നിൽക്കിയെന്നൊന്നും വല്ലാണ്ട് മുന്നോട്ട് കാഞ്ഞു പോയി. നല്ല ജേർക്കോട് കൂടിയാണ് എടുക്കുന്നത്. ഓപ്പോസിറ്റ് ലൈനിലൊരു വണ്ടി വരുന്നുണ്ട്. നല്ല മഴയൊക്കെ കഴിഞ്ഞു രാവിലെ. ഇന്ന് സത്യം പറഞ്ഞാൽ ഇവിടെ ഗ്രീൻ അലേർട്ടാണ്. ഗ്രീനാണ്, അലേർട്ടില്ല. പിന്നെ എറണാകുളം ആ ഭാഗത്തോട്ട് യെല്ലോ അലേർട്ടാണ്. ഇന്നലെ എറണാകുളത്ത് ഓറഞ്ച് അലേർട്ടായിരുന്നു രാവിലെ. പക്ഷേ ഉച്ച കഴിഞ്ഞപ്പോഴേക്കും അവരത് റിവൈസ് റെഡ് അലേർട്ടാക്കിയായിരുന്നു. ഇന്നലെ നമ്മൾ എറണാകുളത്ത് കണ്ടതാണ്. ഇന്നലെ മഴ നിന്നിട്ടില്ല അവിടെ. എറണാകുളം സ്റ്റേഷൻ്റെ ഫ്രണ്ടിലൊക്കെ വെള്ളം പൊങ്ങി നിൽക്കുകയോ ചെയ്തായിരുന്നു. പാസ്പോർട്ട് 2244 നമ്മുടെ ചെന്നൈ സെൻട്രൽ തിരുവനന്തപുരം സെൻട്രൽ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആണ്. അപ്പോൾ നമ്മളങ്ങനെ കൊല്ലം ജംഗ്ഷനിലേക്ക് അടുക്കുന്നു. കൂടെയുടെ 39261. ഇത് ഹസ്രത്ത് നിസാമുദ്ദീൻ തിരുവനന്തപുരം സ്വർണ്ണ ജയന്തി ആയിരിക്കണം. വൃത്തിയായിട്ടുള്ള ബോർഡുകളൊന്നുമില്ല. വൃത്തിയായിട്ട് പെൻസിൽ ചെയ്ത് വെച്ചിരിക്കുന്നൊരു ബോർഡാണ്. ഇത്രയും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ളൊരു വണ്ടിയായിട്ട് പോലും അതിന് മര്യാദയ്ക്ക് ഒരു ബോർഡ് കൊടുത്തിട്ടില്ല. തിരുവനന്തപുരം ഡിവിഷൻ്റെ ഒരു വലിയ പ്രശ്നമാണിത്. അപ്പോൾ നമ്മൾ വിഖ്യാതമായ കൊല്ലം വളവിലേക്ക് കയറാൻ പോവാണ്. നല്ല കാറ്റ്. ഇത് പൊക്കി പിടിക്കാൻ പറ്റുന്നില്ല. പൊക്കി പിടിച്ച് വല്ലാണ്ട് കിടന്ന് ആടുന്നു. നല്ല കാറ്റുണ്ട്. അല്ലെങ്കിൽ നമുക്കൊരു ഹൈ റൈസ് ഇമേജ് കാണാമായിരുന്നു.
പുതിയ MLCP ഇന്നത്തെ വീഡിയോസ് ഞാൻ കാണിച്ചായിരുന്നു. നമുക്കെന്നാൽ വളരെ പെട്ടെന്ന് ലെഫ്റ്റ് സൈഡിലത്തെ കാഴ്ചകളും കൂടെ ഒന്ന് കണ്ടേക്കാം. ഇതാണ് ഇവിടുത്തെ പുതിയ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കൊക്കെ. അങ്ങനെ കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനോട് കയറുന്നു. അപ്പുറത്ത് ADLS-ന് 37315 കിടക്കുന്നു. അത് മിക്കവാറും കൊല്ലം തിരുവനന്തപുരം പാസഞ്ചർ ആയിരിക്കും. അതെ, എൻ്റെ കോ പാസഞ്ചർ ഇവിടുന്ന് കയറും. എൻ്റെ തൊട്ടടുത്ത സീറ്റുള്ള ആൾ. ഇത്രയും നേരം നമുക്ക് 2 സീറ്റ് ഉണ്ടായിരുന്നു. കുറച്ച് നേരത്തെ നമുക്ക് 1 സീറ്റേ ഉള്ളൂ. പിന്നെ ഒരു ചാർട്ട് ചെക്ക് ചെയ്തപ്പോൾ ഈ വണ്ടിയുടെ സത്യം പറഞ്ഞാൽ ഷൊർണൂർ ഒരു ടിക്കറ്റുള്ളത് ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പം മിക്കവാറും എറണാകുളം കഴിയുമ്പോഴേക്കും നമ്മുടെ കോച്ച് കാലിയാൻ. തൃശ്ശൂർ കഴിയുമ്പോൾ പിന്നെ ആരും ഉണ്ടാവില്ല, ഞാൻ കണ്ടിടത്തോളം വെച്ച്. ഈ കറണ്ട് റിസർവേഷൻ കയറുമായിരിക്കും. ഇതാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന കോച്ച് 242675. ഇപ്പം നമ്മളങ്ങനെ കൊല്ലത്തുനിന്ന് പുറപ്പെടുകയായി. കൊല്ലത്ത് 2 പഴയ 12 കാർ മെമ്മു സെറ്റ് കിടക്കുന്നുണ്ട്. ഈ കിടക്കുന്ന ഒരെണ്ണം, അതിനപ്പുറത്തോട്ട് ഒരെണ്ണം കൂടെ കിടക്കുന്നുണ്ട്. അതൊരു 8 കാറാണ്. ഒരു 12 കാറും ഒരു 8 കാറും പഴയ മെമ്മൂസ് കിടപ്പുണ്ട് കൊല്ലത്ത്. ഇനിയിപ്പോൾ ഇവന്മാർ ഇത് കമ്പൈൻ ചെയ്ത് 16 കാർ ആക്കുമോ? ചെയ്യാവുന്നതാണ് സത്യം പറഞ്ഞാൽ. ഒരു 16 കാർ പഴയതാണ്ട് കുഴപ്പമൊന്നുമില്ല. നമുക്ക് 16 കാർ ട്രെയിൻ വേണമെന്നല്ലേ ഉള്ളൂ. അപ്പുറത്ത് കാണുന്നതാണ് കൊല്ലം മെമ്മു ഷെഡ്. കൊല്ലം മെമ്മു ഷെഡിൻ്റെ എക്സ്പാൻഷൻ വർക്ക് നടക്കുന്നത് കാണാം. മുന്നോട്ട് ഷീറ്റിട്ട് പണി നടക്കുന്നുണ്ട്. അതിന് ഇപ്പുറത്തോട്ട് നീണ്ടു നിവർന്ന് പിറ്റ് ലൈൻ കിടക്കുന്നുണ്ട്. അതിൻ്റെ 16 കോച്ചിനുള്ള പിറ്റ് ലൈനാണ് കൊല്ലത്ത് റെഡി ആവുന്നത്. ഇതൊന്നും ഷെഡ് അത്രയും ചിലപ്പോൾ കാണില്ലായിരിക്കും, അറിയില്ല. ഇനി മുഴുവൻ ദൂരം ഷെഡ് പണിയുന്നുണ്ടോയെന്ന് അറിയില്ല. ഷെഡ് ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു. അപ്പോൾ നമ്മൾ ജസ്റ്റ് കൊല്ലം ജംഗ്ഷനിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുന്നു. നമ്മളിപ്പോൾ ഉടനെ നമ്മുടെ കൊല്ലം എക്സ്പ്രസ്, ചെന്നൈ എഗ്മോർ കൊല്ലം എക്സ്പ്രസ്സിനെ ക്രോസ് ചെയ്യും. അതുകൂടാതെ മലബാറും വരുന്നുണ്ട്. അത് തീർത്തിട്ട് കുറച്ച് ഉള്ളിൽ പോയിരിക്കാൻ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം വലിയ കഴിക്കാൻ കിട്ടിയ വിശന്ന് തുടങ്ങി. നമ്മൾ കൊല്ലം ചെന്നൈ എഗ്മോർ കൊല്ലം എക്സ്പ്രസ്സിന് യാത്ര ചെയ്ത ദിവസം നമുക്കിങ്ങനെയൊന്നും ക്രോസ് കിട്ടിയില്ല. അവൻ ജസ്റ്റ് കയറി വരുന്നതാണ് പുനലൂർ ലൈനിൽ കൂടെ. 22971 EDDX-ൻ്റെ ലോക്കാണ്. ചെന്നൈ എഴുമ്പൂർ കൊല്ലം. ഈ വണ്ടി താമ്പരത്തേക്ക് ഷിഫ്റ്റ് ചെയ്തു അല്ലെങ്കിൽ ചെയ്യുന്നു എന്ന് കേട്ടായിരുന്നു. ചെന്നൈ എഗ്മോറിൽ എന്തോ മെയിൻ്റനൻസ് വർക്കിൻ്റെ ഭാഗമായിട്ടാണ് ഈ ട്രെയിനുകളൊക്കെ താമ്പരത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഷിഫ്റ്റ് ചെയ്യുന്ന വണ്ടികൾ പ്രത്യേകിച്ച് നമ്മൾ നോക്കി കഴിഞ്ഞാൽ കേരളത്തിലേക്ക് വരുന്ന വണ്ടികളൊക്കെയാണ്. ഇവിടെ എക്സ്ട്രീം റൈറ്റിൽ കാണുന്നതാണ് നമ്മുടെ പുനലൂർ ലൈനാണ്. നമ്മുടെ തൊട്ട് വലതുവശത്തുള്ളത് നമ്മുടെ തന്നെ അപ്പ് ലൈനാണ്. മലബാർ എക്സ്പ്രസ് ഇവിടുന്ന് പുനലൂർ ലൈൻ വലത്തോട്ടങ്ങ് പോകും. നല്ല മഴയായി. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചേക്കാം. ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഓൺ ബോർഡ് കാറ്ററിംഗ് നിന്ന് മേടിച്ചത്. വേഗം കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പണി തൊട്ടില്ലല്ലോ. ഇഡ്ഡലി വട വളരെ സർപ്രൈസിംഗ്. അതിനകത്ത് ഉണ്ടാകുന്ന തേങ്ങാ ചട്നിയാണ്. മീൻസ് പ്രോപ്പർ തേങ്ങാ ചട്നിയാണ്. സാമ്പാറും തേങ്ങാ ചട്നിയും. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് തിരിച്ച് വാതിലേക്ക് എത്തുമ്പോഴേ വണ്ടി മൺട്രോതുരുത്ത് കഴിഞ്ഞു. നല്ല അടിപൊളി ചട്ടണിയായിരുന്നു. സാമ്പാറും കൊള്ളായിരുന്നു. ഇത് തിരുവനന്തപുരം ബേസ് കിച്ചണിൽ നിന്നുള്ള ഫുഡാണ്. ഞാനൊന്നും കഴിച്ചിട്ടില്ല, എനിക്കിഷ്ടമാണ് അവരെ ഫുഡ്.
അങ്ങോട്ടേക്ക് കയറാം. ലൂപ്പ് ലൈൻ പ്ലാറ്റ്ഫോമാണ്. സത്യമാണ് ഇവിടേക്ക് ഈ ലൂപ്പ് ലൈൻ പ്ലാറ്റ്ഫോം പണിയുന്ന പകരം മെയിൻ ലൈൻ്റെ നടുക്കായിട്ടൊരു പ്ലാറ്റ്ഫോം പണിത് നല്ലത്. അതാകുമ്പോൾ ഇതൊരു കടന്നു പോകുന്ന ട്രെയിൻ, നിർത്തുന്ന ട്രെയിനുകൾ സമയനഷ്ടം വളരെ കുറവാണ്. ഈ ലൂപ്പിൽ കയറി ഇറങ്ങാൻ പറയുന്നത് എത്ര സമയനഷ്ടം നൽകുന്നത്. ഞായറാഴ്ചയാണ്, ഒരുപാട് പേരൊന്നും കയറാനില്ല. സൺഡേ ആയതുകൊണ്ട് തന്നെ. വർക്കിംഗ് ഡേ ആണെങ്കിൽ ഇപ്പോൾ ട്രെയിൻ ഇതിനകത്ത് നിറഞ്ഞേനെ. വർക്കിംഗ് ഡേ അല്ലാത്തതുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്ക് കുറവുണ്ട്. നമുക്ക് അപ്പുറത്തെ സൈഡിലോട്ട് പോകാം. അപ്പുറത്തെ സൈഡിൽ കൂടെ ജയന്തി ജനത പോകാനുണ്ട്. സിഗ്നൽ പച്ചയാണ്. വിജയവാഡയുടെ 39386 പൂനെ ജംഗ്ഷൻ കന്യാകുമാരി എക്സ്പ്രസ് ആണ്, അഥവാ നമ്മുടെ ജയന്തി ജനത എക്സ്പ്രസ്. അങ്ങനെ അതും പോയി. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് നേരത്തിന് ക്രോസിംഗ് ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. ഇനിയിപ്പോൾ ഇൻ്റർസിറ്റി, വഞ്ചനാട്, അതൊക്കെ കായംകുളം എത്തുമ്പോൾ നമ്മൾ ക്രോസ് ചെയ്തു. നമ്മൾ അടുത്ത സ്റ്റോപ്പായി കരുനാഗപ്പള്ളിയിലേക്ക് അടുക്കുകയാണ്. ശാസ്താംകോട്ട കഴിഞ്ഞ് അടുത്ത സ്റ്റേഷനാണ് കരുനാഗപ്പള്ളി. കരുനാഗപ്പള്ളിയിൽ നമ്മൾ സ്റ്റോപ്പുണ്ട്. മൈസൂർ തിരുവനന്തപുരം എക്സ്പ്രസ് ആണെന്ന് തോന്നുന്നു പോയത്. നമ്മൾ കരുനാഗപ്പള്ളിയിലോട്ട് കയറുകയാണ്. ഈ ട്രെയിൻ 1-2 റെഡ് കളർ കോച്ച് ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. നമ്മുടെ എറണാകുളം ഇൻറ്റർസിറ്റിയുടെ അത്രയില്ല, 1-2 ഉണ്ടെന്ന് തോന്നുന്നു. ബാക്കി മിക്കവാറൊക്കെ നീല തന്നെയാണ്. അപ്പോൾ അങ്ങനെ ജസ്റ്റ് കരുനാഗപ്പള്ളി സ്റ്റേഷനിലോട്ട് കയറുന്നു. ഇവിടെ അത്യാവശ്യം നല്ല തിരക്ക് കയറാനുണ്ട്. കൊല്ലം പാസഞ്ചർ ആയിരിക്കണം. പക്ഷെ 2 പാർസൽ വാൻ ഉണ്ടായിരുന്നു. ഏതാണെന്നറിയാം. ഇതാണ് ഓച്ചിറ സ്റ്റേഷൻ.
വെച്ച് നമ്മൾ വഞ്ചിനാട് എക്സ്പ്രസ്സിനെയും അതുപോലെ ഇൻ്റർസിറ്റി എക്സ്പ്രസ്സിനെയും ക്രോസ് ചെയ്യേണ്ടതാണ്. ഇച്ചിരി ലേറ്റാണെന്ന് തോന്നുന്നു, ഉറപ്പില്ല. വഞ്ചിനാടാണെന്ന് തോന്നുന്നു അവിടെ പ്ലാറ്റ്ഫോം നമ്പർ 4 കയറി വരുന്നത്. ഇവിടെ നല്ല തിരക്കുണ്ട്. ഈ റോഡിൻ്റെ 39123 വഞ്ചിനാട് എക്സ്പ്രസ്സുമായിട്ട് പ്ലാറ്റ്ഫോം നമ്പർ 4 എത്തിയിട്ട് നമ്മൾ പ്ലാറ്റ്ഫോം നമ്പർ 2 വന്നിരിക്കുന്നത്. കായംകുളം ജംഗ്ഷൻ 2ാമത്തെ പ്ലാറ്റ്ഫോമിൽ എത്തിയിരിക്കുകയാണ്. നമ്മുടെ സ്റ്റാർട്ടർ റെഡാണ്. എന്തായാലും അങ്ങ് ദൂരെ നിന്ന് ഇൻ്റർസിറ്റി എക്സ്പ്രസ് കയറി വരുന്നത് കാണാം. അതാണ് ഗുരുവായൂർ തിരുവനന്തപുരം ഇൻ്റർസിറ്റി എക്സ്പ്രസ്. അവൻ കയറി പ്ലാറ്റ്ഫോം നമ്പർ 3 കയറി വരണം അവൻ. അപ്പോൾ അതുവരെ നമ്മൾ എന്തായാലും ഇവിടെ കിടക്കും. പകരം നമ്മളെ 3 എടുത്താൽ മതിയായിരുന്നു. നമ്മളെ 3 എടുത്തിട്ട് അവനെ 2 എടുത്താൽ മതിയായിരുന്നു. നമ്മൾ അവനോട് കാത്തിറക്കണം, നമുക്ക് ഇറങ്ങിപ്പോമായിരുന്നു. നമ്മുടെ ഗുരുവായൂർ തിരുവനന്തപുരം ഇൻ്റർസിറ്റി എക്സ്പ്രസ് കയറി വരുന്നുണ്ട്. വിജയവാഡ ഷെഡിൻ്റെ 22625 ആണ് ലോപ്പം. ഈ വണ്ടിക്ക് ഒരൊറ്റ AC ചേർക്കാറേ ഉള്ളൂ. ഈ AC ചേർക്കാറാണെങ്കിൽ എപ്പോഴും സോൾഡ് ഔട്ടാണ്. അതിന് ടിക്കറ്റ് കിട്ടണമെന്ന് നമ്മൾ നേരത്തെ പോയിട്ട് ബുക്ക് ചെയ്യണം, അല്ലെങ്കിൽ പിന്നെ തത്കാലം എടുക്കണം. അപ്പോൾ ഇതിന് LHB റേക്ക് അലോട്ടായിട്ടുണ്ട്. പിന്നെ LHB കിട്ടുമ്പോഴെങ്കിലും അതിൻ്റെ AC ചേർക്കാറുകളുടെ എണ്ണം കൂട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ അഡ്വാൻസ് സ്റ്റാർട്ടർ പച്ചയായി കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ സ്റ്റാർട്ടറുമായി നമ്മളധികം താമസിയാതെ ഇവിടെ നിന്ന് എടുക്കും. അപ്പം നമ്മൾ പുറപ്പെട്ടു. നമ്മുടെ തൊട്ട് പുറകെ ജനശതാബ്ദി എക്സ്പ്രസ് ഇവിടെ എത്തുന്നുണ്ട്. ജനശതാബ്ദി എക്സ്പ്രസ് 6 മണിക്കെങ്ങാണ്ട് പുറപ്പെട്ടത്. നമ്മളെക്കാട്ടും ഒരു 1/4 മണിക്കൂർ പുറകെ പുറപ്പെട്ടത്. അതിവിടെ എത്തി, കായംകുളം ഹോം സിഗ്നൽ എത്തിക്കഴിഞ്ഞത്. നമ്മളൊരു 2 മിനിറ്റ് കൂടെ കിടന്നിരുന്നെങ്കിൽ അതിനെ കണ്ടിട്ട് പോകായിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ പുറത്തോട്ടിറങ്ങി. ഇൻ്റർസിറ്റി കിടക്കുന്നുണ്ട്, അതിന് തൊട്ടപ്പുറത്ത് വഞ്ചിനാട് കിടക്കുന്നുണ്ട്. വഞ്ചിനാടിനെ ഇവിടെ വെച്ച് ഇൻ്റർസിറ്റി ഓവർടേക്ക് ചെയ്യാണ് ചെയ്യുന്നത്. അതിനപ്പുറത്ത് ഒരു P4 ഹോൾഡ് ട്രെയിൻ കിടക്കുന്നുണ്ട്, 22808. അത് രാവിലത്തെ കായംകുളം എറണാകുളം പാസഞ്ചർ ആയിരിക്കും. അപ്പോൾ അങ്ങനെ കായംകുളത്തുനിന്ന് പുറത്തിറങ്ങി നമ്മളിപ്പോൾ ഇവിടുന്ന് റൈറ്റിലേക്ക് ട്രാക്ക് കടന്ന് നമ്മൾ കോട്ടയം മെയിൻ ലൈനിലേക്ക് കയറും. നമ്മുടെ ചാനൽ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് വേണ്ടി ഇതൊക്കെ അറിയാം, എവിടെ നിന്ന് എങ്ങോട്ടൊക്കെയാണ് ട്രാക്ക് തിരിയുന്നത് എന്നുള്ളതൊക്കെ. ഇല്ല, നമ്മളെല്ലാ വീഡിയോസിലും നമ്മൾ ഡീറ്റെയിൽസ് എല്ലാം പറയാറുണ്ട്. ജസ്റ്റ് ട്രെയിൻ പോയിൻറ്റ്സ് കടക്കുന്നു. ഈ ഇടതുവശത്തുള്ള 2 ലൈനും നേരെ ആലപ്പുഴ ഭാഗത്തേക്ക് പോകുന്നതാണ്. ഇതാണ് എറണാകുളം ആലപ്പുഴ കായംകുളം റെയിൽവേ ലൈന്. നമ്മളിപ്പോൾ കായംകുളത്ത് വെച്ച് ഞാൻ പറഞ്ഞില്ല, നമ്മൾ ജനശതാബ്ദി എക്സ്പ്രസ് പുറകെ ഉണ്ടെന്ന്. ഈ ജനശതാബ്ദി എക്സ്പ്രസ് നമ്മളെക്കാട്ടൊക്കെ ഒരുപാട് മുമ്പ് എറണാകുളം പാസ് ചെയ്യും. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിലോട്ട് തിരിഞ്ഞു പോകുന്നതാണ് ആലപ്പുഴയ്ക്ക് പോകുന്ന ലൈനുകൾ. നമ്മൾ കോട്ടയം ലൈനിലേക്ക് കയറി. ഞാൻ പുറകിൽ കുറച്ച് റെഡ് കളർ കോച്ചുകളുണ്ട്. ഇന്നൊരു 4 എണ്ണം ഉണ്ട് തോന്നുന്നു പുറകിൽ, ഇല്ലേ? 1 2 3 4 കോച്ചുണ്ട്. 4 GS കോച്ചുണ്ട് ബാക്കിൽ, 4 LS കോച്ചുകളുണ്ട്. ബാക്കി എല്ലാം ബ്ലൂ കോച്ചസാണ്. സത്യം പറഞ്ഞാൽ അൺറിസർവ്ഡ് കോച്ച് ഓടിക്കാൻ അതാണ് നല്ലത്. LS കോച്ചുകളാണ് നല്ലത്. കാരണം അതിൽ ഇതിനെക്കാട്ടും കൂടുതൽ യാത്രക്കാർ കയറും.
അങ്ങനെ നമ്മൾ മാവേലിക്കരയിലെത്തിയിരിക്കുകയാണ്. നമ്മുടെ അടുത്ത സ്റ്റോപ്പായി ചെറിയനാട് സ്റ്റേഷനിലേക്ക് എത്തിയപ്പോൾ കുറച്ച് നേരം ഒന്ന് ഉള്ളിൽ ഇരുന്ന് തിരിച്ചു വന്നു. ഉള്ളിൽ ഇരുന്നിട്ട് നല്ലതായിട്ട് ഉറക്കം വരുന്നു. നമ്മളിപ്പോൾ ജസ്റ്റ് ചെങ്ങന്നൂർ സ്റ്റേഷനോട് അടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മളങ്ങനെ ചെങ്ങന്നൂർ സ്റ്റേഷനിലോട്ട് കയറുകയാണ്. അപ്പോൾ അതേപോലെ പ്ലാറ്റ്ഫോം 3യിലേക്ക് കയറുകയാണ്. ഭയങ്കര ജേക്കാണ് കേട്ടോ ഈ വണ്ടിക്ക്. ഞായറാഴ്ച കൊണ്ട് തിരക്കിന് ഒരു കുറവില്ല കേട്ടോ, നല്ല തിരക്കുണ്ട്. ഒരുപാട് പേര് കയറാനുണ്ട്. എ സിയിലോട്ടുണ്ട്, നോൺ എ സിയിലോട്ടുണ്ട്. മീനൂർ പ്ലാറ്റ്ഫോം നമ്പർ 1ലേക്ക് മെമു കയറി വരുന്നുണ്ട്. നമ്മുടെ സിഗ്നൽ ഓൾറെഡി പച്ചയാണ്, ഒരുപാട് ദൂരത്തേക്ക് പോകുന്നില്ല. ആൾക്കാരെ കയറാനുള്ള വണ്ടി എടുത്ത് പോയില്ലായിരിക്കും. എറണാകുളം കൊല്ലം മെമു കയറി വരുന്നു. എന്നാൽ പിന്നെ നമുക്ക് നമ്മുടെ കോച്ചിലോട് തിരിച്ച് കയറിയേക്കാം. കലങ്ങിയ വെള്ളമാണ്. അതിനകത്ത് മുകളിൽ മലയിലൊക്കെ നല്ല മഴയുണ്ട്. നമ്മളിപ്പോൾ ജസ്റ്റ് തിരുവല്ല സ്റ്റേഷനോട് അടുത്തുകൊണ്ടിരിക്കുന്നു. വാപ്സാപ്പ് ഡ്രോയപുരത്തിൻ്റെ ചെന്നൈ തിരുവനന്തപുരം മേലാണ് 1263. എത്തി നമ്മൾ ചെങ്ങന്നൂരിൽ കണ്ടുപോലത്തെ ഒരു തിരക്കില്ല. എന്താ പറയുക, നമ്മുടെ ജനശതാബ്ദിക്ക് പോയപ്പോൾ ഞാനത് കണ്ടായിരുന്നു. ഇവിടെ നിന്നാണ് ഇവരെ ചായപാത്രം റീഫിൽ ചെയ്യുന്നത്. കണ്ടോ, പാത്രങ്ങളിൽ ചായ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇവിടെ നിന്ന് റീഫിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ ബേസ് കിച്ചണിൽ നിന്നാണ് ഈ ഫുഡ് ലോഡ് ചെയ്യുന്നത്.
നമ്മളങ്ങനെ ചങ്ങനാശ്ശേരിയിലെത്തിയിരിക്കുകയാണ്. ചങ്ങനാശ്ശേരി സ്റ്റേഷനിൽ ഇപ്പുറത്തെ യാർഡിലായിട്ട് നമ്മുടെ പഴയ എറണാകുളം വേളാങ്കണ്ണി എക്സ്പ്രസ്സിൻ്റെ റേക്ക് കിടക്കുന്നുണ്ടോ. ഒരുപാട് ദൂരെ പോകുന്നില്ല, സിഗ്നൽ ഓൾറെഡി പച്ചയാണ്. ഇതാണ് പഴയ എറണാകുളം വേളാങ്കണ്ണി എക്സ്പ്രസ്സിൻ്റെ റേക്കാണ്. അത് ഇവിടെ കൊണ്ടാണ് ഡംപ് ചെയ്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ കോച്ച്. ഇതാണ് ചങ്ങനാശ്ശേരി സ്റ്റേഷൻ്റെ മറ്റേ സൈഡ്. ഇപ്പുറത്തെ സൈഡിലാണ് ടെർമിനൽ ബിൽഡിംഗ് ഒക്കെ. ലൂപ്പ് ലൈൻ പ്ലാറ്റ്ഫോമാണ്. ഇവിടെ വരുന്ന എല്ലാ വണ്ടികളും മെയിൻ ലൈനിൽ തന്നെ നിൽക്കുന്നത്. ലൂപ്പ് ലൈനിലൂടെ എന്താ അറിയില്ല, വണ്ടികളൊന്നും ചെല്ലാറില്ല. അപ്പോൾ ചങ്ങനാശ്ശേരിയിൽ നിന്ന് പുറപ്പെട്ട് നമ്മൾ ചെറുതായിട്ട് ചെറിയ ഗ്ലിമ്മറൊപ്പം എന്നൊക്കെ പറയുന്നത് വെയിലിനെ കാണാനുണ്ട്. സൂര്യനിൻ്റെ ഇടയിൽ കൂടെ ഉണ്ട്. ഇന്നലെ ഒന്നും ശരിക്കും സത്യമായ വെയിൽ കണ്ടതേ ഇല്ല. ഇന്നത്തെ ദിവസം കുറച്ച് വെയിൽ കാണാനുണ്ട്. എറണാകുളം ജില്ലയിൽ ഇന്നും അലേർട്ടുണ്ട്. ഇടുക്കി, എറണാകുളം, അതുപോലെ തൃശ്ശൂർ ജില്ലകളിൽ അലേർട്ട്. ഈ വണ്ടി നിർത്താത്ത സ്റ്റേഷനുകളുടെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. അങ്ങനെ നിർത്താത്തൊരു സ്റ്റേഷനാണ് ചിങ്ങവനം. എന്തുകൊണ്ടും ചിങ്ങവനത്തിൽ വണ്ടിക്ക് സ്റ്റോപ്പില്ല. ഈ കോട്ടയം ലൈൻ ഡബിളിങ് ചെയ്ത സമയത്ത് അവർ കുറേ വെച്ച് അവരിങ്ങനെ വയഡക്റ്റുകളായിട്ടാണ് വന്നത്. കാരണം മണ്ണിൻ്റെ നികത്താൻ ബുദ്ധിമുട്ടുള്ള ഭൂമിയാണ്. ഒരു വയഡക്റ്റ് വന്നത്. അപ്പോൾ നമ്മളങ്ങനെ കോട്ടയത്തേക്ക് അടുക്കുകയാണ്. കോട്ടയം എത്തുന്നതിന് മുമ്പിലത്തെ മലകളാണ് ഈ കാണുന്നത്. ഈ മലകൾക്കിടയിൽ കൂടെ രണ്ട് ടണലുണ്ടായിരുന്നു. ടണലൊക്കെ ഇപ്പോൾ പോയി. ടണലൊക്കെ കാട് മൂടി. ഇവിടെ കാണാൻ റൈറ്റ് സൈഡിൽ ഒരു ടണൽ. ഇത് ഹോട്ടൽ പോലും കാണാനില്ല, ഫുള്ള് കാടായി. ഇതൊക്കെ അറ്റ്ലീസ്റ്റ് കുട്ടികൾക്കുള്ളൊരു പാർക്കാക്കി ഇതിനകത്ത് കൂടെ കുറച്ച് ടോയ് ട്രെയിൻ ഓടിച്ചാൽ പോലും റെയിലിൽ കുറച്ച് കാശുണ്ടാക്കാമായിരുന്നു. രണ്ടാമത്തെ ടണൽ അവിടെ പോയി. അതാണ് രണ്ടാമത്തെ ടണൽ. ഇത് ഷണ്ടിങ്ങിനെക്കാട്ട് ഉപയോഗിച്ച് പറയുന്നുണ്ടായിരുന്നു. രണ്ടാമത്തെ ടണൽ അത് ഷണ്ടിങ്ങിനൊക്കെ ഒന്നും ആയില്ല. അതിപ്പോൾ അങ്ങനെ ഉപയോഗശൂന്യമായിട്ട് കിടക്കുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് കോട്ടയം സ്റ്റേഷനിലേക്ക് പ്രവേശിക്കുന്നു. ലെഫ്റ്റ് സൈഡിൽ ഡോർ ഓക്യുപ്പൈഡ് ആണ്. അതിന് റൈറ്റ് സൈഡിൽ തന്നെ എല്ലാ കാഴ്ചകളും കാണിക്കുന്നത്. പ്ലാറ്റ്ഫോം ലെഫ്റ്റ് സൈഡിലാണ്. കോട്ടയം സ്റ്റേഷൻ എന്ന് പറയുന്ന എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു മിസ്ഡയറക്റ്റഡ് ഡെവലപ്മെൻറ്റ് എന്നാണ് പറയാൻ. കാര്യം കുറേ പ്ലാറ്റ്ഫോമൊക്കെ പണിത് വെച്ചു. ഈ പ്ലാറ്റ്ഫോം പണിതിൻ്റെ കൂടുതൽ ഒരു പിറ്റ് ലൈനും കൂടെ പണിതിട്ടാണെങ്കിൽ ഒരുപാട് വണ്ടികൾക്ക് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു. അവരൊന്നും ചെയ്തില്ല. ഒരു പിറ്റ് ലൈൻ കൂടെ പണിതാൽ മതിയായിരുന്നു. അവിടെ യാർഡിലെ സ്ഥലമുണ്ട് ഇപ്പോഴും. ഒരു പിറ്റ് ലൈൻ പണിത് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് കുറച്ച് പാസഞ്ചർ ട്രെയിനുകൾ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം. ഒന്നും ചെയ്യില്ല. പക്ഷേ എല്ലാ വണ്ടിയും കോട്ടയം വഴി വേണം. ഈ കാണുന്ന ഭീകര തിരക്കെന്ന് പറയുന്നത് നമ്മുടെ ഇനി പുറകെ വരാനുള്ള ഐലൻഡ് എക്സ്പ്രസ്സും അതുപോലെ അത് കഴിഞ്ഞ് വരാനുള്ള മധുര എക്സ്പ്രസ്സിനുള്ളതാണ്. അവിടെ രണ്ടാമത്തെ ടെർമിനൽ ബിൽഡിംഗ് കാണാം. അങ്ങ് ദൂരെ രണ്ടാമത്തെ ടെർമിനൽ ബിൽഡിംഗ് കാണാം. അപ്പോൾ നമ്മളങ്ങനെ കോട്ടയത്തെത്തി.
കോട്ടയം സ്റ്റേഷൻ. നമ്മുടെ സ്റ്റാർട്ടർ ഓൾറെഡി പച്ചയാണ്. പെട്ടെന്ന് എടുത്തങ്ങ് പോവുമായിരിക്കും. സ്റ്റാർട്ടേഴ്സ് ഓൾറെഡി ഗ്രീൻ. അപ്പോൾ നമ്മളങ്ങനെ കോട്ടയത്തു നിന്നൊക്കെ പുറപ്പെട്ട് നമ്മുടെ അടുത്ത സ്റ്റോപ്പ് ഏറ്റുമാനൂർ എത്തിയായി. കുറച്ച് നേരം ഉള്ളിൽ പോയിരുന്നു കോട്ടയത്തുനിന്ന് വിടുന്നതിന് മുമ്പേ. നല്ല ഉറക്കക്ഷീണം എന്ന് പറഞ്ഞാൽ കോട്ടയം സ്റ്റേഷൻ നിൽക്കുന്ന സമയത്തിന് ഉള്ളിൽ പോയിരുന്നു. അവിടുന്ന് വണ്ടി എടുത്തു. അപ്പോൾ പിന്നെ ആൾക്കാരൊക്കെ സെറ്റിൽ ആവുന്നുണ്ടായിരുന്നു. നമ്മൾ ഏറ്റുമാനൂർ എത്തുന്നു. ഏറ്റുമാനൂർ നമുക്ക് ഈ വണ്ടിക്ക് സ്റ്റോപ്പുണ്ട്. ഞാൻ അകത്ത് വരുന്നപ്പോൾ ഒരു കാര്യം മറന്നു, എൻ്റെ ബാറ്ററി ഒന്ന് ചേഞ്ച് ചെയ്യണമായിരുന്നു. മറന്നുപോയി. ഏറ്റുമാനൂർ സ്റ്റേഷൻ കഴിഞ്ഞിടയ്ക്ക് ഒരു അമൃത് ഭാരത് അപ്ഗ്രേഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അമൃത് ഭാരത് അപ്ഗ്രേഡ് കിട്ടിയ സ്റ്റേഷനുകളിലേക്ക് ഒരു ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത് നല്ല പാർക്കിംഗ് ആണ്. ഇവിടെ റൂഫിൻ്റെ ഒക്കെ വർക്ക് നടക്കുന്നേ ഉള്ളൂ. അമൃത് ഭാരത് അപ്ഗ്രേഡ് കിട്ടുന്ന സ്റ്റേഷനുകൾക്കൊക്കെ നല്ല പാർക്കിംഗ് കിട്ടുന്നുണ്ട്. നമ്മുടെ ഇന്ത്യൻ റെയിലിൽ അങ്ങനത്തെ പല ബേസിക് കാര്യങ്ങൾ ഇപ്പോഴാണ് ശ്രദ്ധിച്ച് തുടങ്ങിയത് എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ്. നല്ല പാർക്കിംഗ് വരുന്നത്. അതുപോലെ MLCPs മൾട്ടിപ്പിൾ ലെവൽ കാർ പാർക്കിങ്സ് വരുന്നതൊക്കെ അതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് എക്സാമ്പിളാണ്. നമുക്കിനി എറണാകുളം എത്തുന്നതിന് മുമ്പായിട്ടൊരു 3 ക്രോസിംഗ് ഉണ്ട്. നമ്മുടെ ഒരു പാസഞ്ചറും ഐലൻഡ് എക്സ്പ്രസ്സും അതുപോലെ നമ്മുടെ ഗുരുവായൂർ മധുര എക്സ്പ്രസ്സും 3 ക്രോസിങ്സ് നമുക്കിനി വരാനുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ എറണാകുളം കിടക്കുന്നവർ നമുക്ക് ശാന്തതയായിരിക്കും. അതിൽ ഒരെണ്ണം വരുന്നുണ്ട്, കാരണം സിഗ്നൽ ഇപ്പോൾ പച്ച കണ്ടു. ഐലൻഡ് ആയിരിക്കും മിക്കവാറും. KSR ബംഗളൂരു കന്യാകുമാരി എക്സ്പ്രസ്സും ഐലൻഡ് എക്സ്പ്രസ് എന്ന് വിളിക്കുന്ന സാധനം. കടുത്തുരുത്തി സ്റ്റേഷനിലെ 22793 ബാക്ക് 4 ഇത് നമ്മുടെ ടീ ഗാർഡൻ എക്സ്പ്രസ്സിൻ്റെ റേക്ക് ഉപയോഗിച്ച് ഓടുന്ന എറണാകുളം കോട്ടയം പാസഞ്ചറാണ്. റോഡ് സ്റ്റേഷനായ വാപ്പ് 4 22725 ഗുരുവായൂർ മധുര എക്സ്പ്രസ് ആണത്. കുറച്ചധികം നാളുകൾക്ക് ശേഷം ഇന്ന് വെയിൽ കണ്ടിരിക്കുകയാണ്. കുറച്ച് ദിവസമായിട്ട് വെയിലുണ്ടായിരുന്നില്ല. ഇപ്പം നല്ല വെയിലുണ്ട്. കേരള ന്യൂസ് പ്രിൻസിലോട്ട് പോകുന്ന ലൈനാണത്. പഴയ ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിൻസ് ആയിരുന്നു. പിന്നെ കേരള സർക്കാർ ഏറ്റെടുത്തിട്ട് കേരള ന്യൂസ് പ്രിൻസ് ആൻഡ് പേപ്പർ പ്രൊഡക്ഷൻ പേരാക്കി ഇപ്പോൾ അതിൻ്റെ അങ്ങോട്ട് പോകുന്ന ലൈനായിരുന്നു. ഇപ്പോൾ മറ്റേ കേരള ന്യൂസ് പ്രിൻസിന് അങ്ങനെ ഫ്രൈറ്ററൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. കാര്യം മൊത്തം കാട് പിടിച്ച് കിടക്കാൻ ലൈന്. എനിക്ക് നല്ല ലോറിയിലായിരിക്കും പോകുന്ന സാധനങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ ജസ്റ്റ് പെരുവമ്പൂർ സ്റ്റേഷനിലേക്ക് എത്തും.
ഇവിടെയും സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ. പിന്നെ ഇത് കഴിഞ്ഞ് പിന്നെ തൃപ്പൂണിത്തുറ, പിന്നെ എറണാകുളം ടൗൺ. സ്റ്റോപ്പുകൾക്ക് ഒരു പഞ്ഞുമില്ല ഈ വണ്ടിക്ക്. അങ്ങനെ കുറച്ചധികം ദിവസം കഴിഞ്ഞ് വെയിൽ കണ്ടതിൻ്റെ സന്തോഷത്തിലാണ്. നല്ല സുഖം വെയിലത്ത് നിൽക്കുമ്പോൾ. മറ്റൊരുമാതിരി നനവും എന്താ പറയുക, തണുപ്പും നനവൊക്കെ ആയിട്ടൊരു എന്താ പറയുക, നനഞ്ഞ കാലാവസ്ഥയായിരുന്നു. അത് മാറി നല്ല സുഖം. എന്താണോ സാധനം 41993 എറണാകുളം കായംകുളം മെമു സ്പെഷ്യൽ. മെമു സ്പെഷ്യലാണ്. മെമു ഇല്ലാത്തതുകൊണ്ട് അവർ തൽക്കാലം ഈ റേക്ക് ഉപയോഗിച്ച് കൊടുക്കുന്നത്. 18 കോച്ചുള്ള റേക്കാണ്. ഇതാണ് നമ്മുടെ എക്സ്പ്രസ് മെമു. എക്സ്പ്രസ് മെമു അങ്ങനെ കയറി വന്നു. അപ്പം ഇപ്പോൾ തൃപ്പൂണിത്തുറ വരെ നമുക്ക് ക്രോസിംഗ് ഒന്നുമില്ല. സുഖം. നമുക്കന്നിനെ ഉള്ളിൽ പോയിരിക്കാം. ഇത് മൂവാറ്റുപുഴയാറും കൂടെ കടന്ന് നമുക്ക് ഉള്ളിൽ പോയിരിക്കാം. നമുക്ക് തൃപ്പൂണിത്തുറ വരെ കുറച്ച് റെസ്റ്റ് എടുക്കാം. വലിയ ദൂരമൊന്നുമില്ല തൃപ്പൂണിത്തുറയ്ക്ക്. ഒരു 10-15 കിലോമീറ്റർ കണ്ടേ ഉള്ളൂ. ഇതാണ് മൂവാറ്റുപുഴയാറ്. മൂവാറ്റുപുഴയാറും കരകവിയാറായിരിക്കുകയാണ്. നല്ലോണം വെള്ളമുണ്ട്. അപ്പോൾ നമ്മുടെ ട്രെയിനിൽ ഓൺബോർഡ് കാറ്ററിംഗിൽ നിന്ന് ഒരു ഐറ്റം കൂടി മേടിച്ചിട്ടുണ്ട്. കട്ട്ലറ്റ്. ഇതെങ്ങനെയുണ്ടെന്ന് നോക്കാം. ഒരു കട്ട്ലറ്റും 2 കട്ട്ലറ്റുണ്ട്. 2 കട്ട്ലറ്റും ചായ സോസും ആണ്. 30 രൂപയാണ് ഇതിന് റേറ്റ്. 2 എണ്ണം ഉണ്ട്. സോസും ഉണ്ട്. കുഴപ്പമില്ല. നമ്മുടെ നാട്ടിലെ ബേക്കറികളൊക്കെ കിട്ടുന്ന പോലെ ഉണ്ട്. കട്ട്ലറ്റ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ വേണ്ടി തൃപ്പൂണിത്തുറയിലേക്ക് എത്തി. കാരണം തൃപ്പൂണിത്തുറ മെട്രോ സ്റ്റേഷൻ. അപ്പോൾ നമ്മൾ ജസ്റ്റ് തൃപ്പൂണിത്തുറ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങുന്നു. അവിടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് മെട്രോയുടെ വയഡക്റ്റ്. മെട്രോൻ്റെ ടെർമിനൽസ് ആയിരുന്നു തൃപ്പൂണിത്തുറ. നല്ലൊരു വയഡക്റ്റ് ഉണ്ടായിരുന്നു മെട്രോയിൽ. കണ്ടോ, നല്ല ഭംഗിയുണ്ട്. ഇത് എറണാകുളം മിൽമ പ്ലാന്റ് ആണ്. എറണാകുളം ഡയറി. മുകളിൽ കൂടെ മെട്രോ. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ 1-2 വിഷ്വൽസ് മെട്രോനെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വലതുവശത്ത് എക്സ്ട്രീം റൈറ്റിലുള്ളത് നമ്മുടെ ഇരുമ്പനം റിഫൈനറിയിലേക്ക് പോകുന്ന ലൈനാണ്. അതൊക്കെ ഞാൻ കാണിച്ചിട്ടുള്ളതാണ്. ഇതൊരു പതിവ് ശൈലി ഞാൻ വീണ്ടും കാണിച്ചു പോകുന്നു എന്ന് മാത്രം. അപ്പോൾ റൈറ്റിലേക്ക് പോകുന്ന ലൈൻ നേരെ ഇരുമ്പനം യാർഡിലേക്ക് പോകും. ഇരുമ്പനത്തു നിന്ന് ടുവേർഡ്സ് എറണാകുളം പോകുന്ന ഒരു ലൈൻ ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഈ കാണുന്ന ലൈന് ഇരുമ്പനത്തു നിന്ന് ടുവേർഡ്സ് എറണാകുളം മാർഷലിംഗ് യാർഡ് പോകുന്നതാണ്. അങ്ങ് ദൂരെ നിങ്ങൾക്ക് റിഫൈനറിയിലെ തീ കാണാം. ട്വിൻ ന്യൂ കട്നി ജംഗ്ഷൻ G5 ആയിരുന്നു. അപ്പോൾ റേക്കോൽ എടുക്കാൻ വേണ്ടി ഇരുമ്പനത്തേക്ക് പോകുന്നതാണ്. കണിയാമ്പുഴ
റൈറ്റിലോട്ട് പോകുന്ന ലൈനുകൾ നേരെ മാർഷലിംഗ് യാർഡിനകത്തേക്ക് പോകും. ഈ ലെഫ്റ്റിലുള്ള ഈ ലൈന് നേരെ കോച്ചിങ് ഡിപ്പോയിലേക്ക് പോകുന്നതാണ്. അപ്പുറത്തെ മാർഷലിംഗ് യാർഡിലും ഇപ്പുറത്തെ കോച്ചിങ് ഡിപ്പോയിലും ഈ നടക്കുള്ള ഭൂമിയും ഒക്കെ ആയിട്ട് റെയിൽവേ അടുത്ത് ഇവിടെ മാസീവ് ഭൂമി ശേഖരമുണ്ട്. അപ്പോൾ ഈ ഭൂമി ശേഖരം ഉപയോഗിച്ച് ഇവിടെ സുഖമായിട്ട് ഇവർക്കൊരു ഇത് പണിയാം, എന്താ ടെർമിനൽ പണിയാം. ഇതെന്താണോ പണിയുന്നത്? ഇവിടെ ഒരു വന്ദേ ഭാരത് കോച്ചിങ് ഡിപ്പോ വരും എന്നുള്ളൊരു വാർത്ത ഉണ്ടായിരുന്നു. അതിൻ്റെ വില ആണോ എന്നറിയില്ല. കാര്യം കുറച്ച് ദൂരത്തേക്ക് ഉണ്ടത് കണ്ടോ, ബിറ്റ് വില കുറച്ച് ദൂരത്തേക്ക് പണിതിട്ടുണ്ട്. ഇതെനിക്ക് തോന്നുന്നു പുതിയ വീൽ ലൈറ്റാന്ന് തോന്നുന്നു. പുതിയ വീൽ ലൈറ്റ് വരുമ്പോഴൊക്കെ വായിച്ചായിരുന്നു, അതാണെന്ന് തോന്നുന്നു. അവിടെ കുറേ പുത്തൻ ബോഗീസൊക്കെ വന്നിട്ടുണ്ട്. ERMCDയിൽ കണ്ടോ, ക്രെയിൻ ഉപയോഗിച്ച് അൺലോഡ് ചെയ്യുന്നുണ്ട്. പുതിയ LHBയുടെ ബോഗിയാണത്. ഇതാണ് എറണാകുളം കോച്ചിങ് ഡിപ്പോ. അത്യാവശ്യം സൗകര്യങ്ങളെല്ലാം ഉള്ള ഒരു ഡിപ്പോ ആണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി മെയിൻ്റനൻസ് അത്യാവശ്യം ശോകമാണ് ഇവർ. 2019 3 ടയർ കണ്ടോ കിടന്ന് നശിച്ചു പോകുന്നത്. ഈ കിടക്കുന്ന എല്ലാ സ്പെയർ കോച്ചസാണ്. ഇതാണ് എറണാകുളം കോച്ചിങ് ഡിപ്പോ. ഈ കാണുന്നതാണ് കോച്ചിങ് ഡിപ്പോ. നമ്മൾ മെയിൻ ലൈനിൽ സിഗ്നൽ കാത്തു നിൽക്കുകയാണ്. സിഗ്നൽ ആയെന്ന് തോന്നുന്നു, ഹോണടി കേട്ടു. വിത്ത് ജർക്ക് സ്റ്റാർട്ട് ചെയ്തു. ഒരു ദുരന്തോ ലിവറിയുടെ കോച്ച് കിടക്കുന്നു. ഇതൊക്കെ ഏത് റെയിൽവേയുടെ ആണോ? സൗത്ത് ഈസ്റ്റേൺ റെയിൽവേ. ഇവിടെ വീണ്ടും ഒരു സ്പെയർ ചെയർ കാർ കോച്ച് കിടക്കുന്നുണ്ട്. അത് 2025 ബിൽഡ് തന്നെയാണ്. ഇപ്പോഴത്തെ പിറ്റ് ലൈനിൽ ഏത് ട്രെയിനിൻ്റെ കോച്ചാണെന്നറിയില്ല, റൂഫിൽ വർക്ക് നടക്കുന്നുണ്ട്. AC ക്ലീനിങ്ങാണ്. അതിൽ കിടക്കുന്ന ബോർഡ് ബംഗളൂരു SMT ആണ്. എറണാകുളം ബംഗളൂരു SMT. മിക്കവാറും ഇന്നലെ പട്നയായിട്ട് വന്ന റേക്കായിരിക്കും. ഇന്നിപ്പോൾ SMT പോകും. അതിനപ്പുറത്തെ പിറ്റ് ലൈനിൽ മരുസാഗർ സെക്കൻഡറി മെയിൻ്റനൻസ്. എറണാകുളം അജ്മീർ വൈകുന്നേരം പോകും മരുസാഗർ എക്സ്പ്രസ്. മരുസാഗർ എക്സ്പ്രസ്സിന് ഒരു എൻഡ് ടു എൻഡ് ട്രിപ്പ് ഞാൻ ആലോചിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ജസ്റ്റ് എറണാകുളത്തേക്ക് അടുക്കുന്നു. ഈ കാണുന്ന ഫ്ലൈ ഓവർ ഹൈവേയിലെ വൈറ്റില ഫ്ലൈ ഓവറാണ്. ഇതാണ് എറണാകുളം സി ക്യാബിൻ, വെസ്റ്റ് ക്യാബിൻ അഥവാ സി ക്യാബിൻ. അപ്പോൾ ഈ ലെഫ്റ്റിലോട്ട് വളഞ്ഞു പോകുന്ന ലൈനുകൾ എറണാകുളം ജംഗ്ഷൻ ഭാഗത്തേക്ക് പോകും. അതിൽ എക്സ്ട്രീം ലെഫ്റ്റിലുള്ളത് ഷണ്ടിങ് ലൈനും അതിന് തൊട്ടിപ്പുറത്ത് നമ്മുടെ ട്രാക്കിനോട് ചേർന്ന് കിടക്കുന്നതാണ് മെയിൻ ലൈൻ. നമ്മളിപ്പോൾ ഈ യാത്ര ചെയ്യുന്ന ലൈൻ ശരിക്കും ഇത് എറണാകുളത്തു നിന്ന് തുടങ്ങി, എറണാകുളം ജംഗ്ഷനിൽ തുടങ്ങി കോട്ടയം കായംകുളം വഴി തിരുനെൽവേലി വരെയാണ് ഈ ലൈൻ ശരിക്കും മെയിൻ ലൈനായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അവിടുന്ന് ഷണ്ടിങ് ഒന്നും വരുന്നില്ല. നമുക്കതിനുള്ള ഭാഗ്യമില്ല. ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് അവിടുന്ന് ഷണ്ടിങ് ചെയ്ത് വരുന്ന ഏതെങ്കിലും ട്രെയിൻ കാണാൻ പറ്റുമായിരുന്നു. അതൊന്നുമില്ല. ഈ കാണുന്നതാണ് എറണാകുളം ഷൊർണൂർ ലൈന്. ഇത് കൊച്ചിൻ ഹാർബർ ടെർമിനസിൽ നിന്ന് ഷൊർണൂർക്കാണ് മെയിൻ ലൈന്. എറണാകുളം ജംഗ്ഷനിൽ നിന്ന് വരുന്ന വണ്ടിയിൽ ഇതുവഴിയാണ് വരിക. അങ്ങ് ദൂരെ എറണാകുളം ജംഗ്ഷൻ കാണാം. അവിടെ ഒരു ആൽക്കോ നിൽക്കുന്നത് കാണാം. നമ്മൾ ഡൗൺ ലൈനിലോട്ട് ജോയിൻ ചെയ്തു.
നമ്മൾ ജസ്റ്റ് മെയിൻ ലൈനിലോട്ട് കയറുന്നു. ഈ റൈറ്റ് സൈഡിലുള്ള ലൈനാണ് ടുവേർഡ്സ് കോട്ടയം പോകുന്ന ട്രെയിനുകൾ എടുക്കുന്നത് കേട്ടോ. ആ ലൈൻ വഴിയാണ് ടുവേർഡ്സ് കോട്ടയം വണ്ടികൾ പോവുക. നമുക്ക് ലൂപ്പിലേക്കുള്ള പോയിന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. എറണാകുളം നോർത്ത് ലൂപ്പിലാണ് പ്ലാറ്റ്ഫോം. ഞാൻ പ്ലാറ്റ്ഫോം കാണിക്കുന്നില്ല, ഇറങ്ങാൻ ആൾക്കാരുടെ ഇഷ്ടം പോലെ. നമുക്ക് ഇപ്പോഴത്തെ സൈഡിൽ നിൽക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ എറണാകുളം നോർത്തിലേക്ക് എത്താണ്. നമ്മൾ ഇന്നലെ ഇവിടെ യാത്ര ചെയ്തപ്പോൾ നല്ല മഴയായിരുന്നു. ഇന്നലത്തെ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലായിട്ടുണ്ടാവും. ഭയങ്കര മഴയായിരുന്നു. അത് കുട നിവർത്താണ്ട് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു ഇന്നലെ. ഇന്നിവിടെ നല്ല തെളിച്ചുകൊണ്ട് നല്ല വെയിലൊക്കെ ഉണ്ട് ഇവിടെ. നമ്മൾ ജസ്റ്റ് എറണാകുളം നോർത്തിലോട്ട് കയറാൻ പോകുന്നു. അല്പം കൂടി ദൂരമുണ്ട് എറണാകുളം നോർത്തിലെത്താൻ. അതെ, ഇവിടുന്ന് കാണാം എറണാകുളം നോർത്ത് സ്റ്റേഷൻ. എറണാകുളം നോർത്ത് സ്റ്റേഷനാണ് ഫ്രണ്ടിലായിട്ട് ഉള്ളത്. പാലങ്ങൾ കാണും. ഒന്ന് മെട്രോൻ്റെ പാലവും മറ്റേ റോഡ് പാലവുമാണ്. നമുക്കിനി വലിയ ദൂരമില്ല. നമ്മൾ പ്ലാറ്റ്ഫോം ലൂപ്പ് ലൈനിലോട്ട് കയറി. നമ്മുടെ പുറകിലുള്ള കോച്ചസ് പ്ലാറ്റ്ഫോം ലൂപ്പിലോട്ട് കയറുന്ന കാണാം. മുകളിൽ കൂടെ ഒരു മെട്രോ വേണ്ടെങ്കിൽ പടിപടിയാണ്. പക്ഷേ അതിനുള്ള ലക്കി നമുക്കില്ല. ആക്ച്വലി കുറച്ച് നേരത്തെയായിരുന്നു ഒരു ട്രെയിൻ പോയത്. 8 മിനിറ്റോളം ഗ്യാപ്പ് ഉണ്ടല്ലോ. ഇതാണ് എറണാകുളം നോർത്ത് അഥവാ എറണാകുളം ടൗൺ സ്റ്റേഷൻ. സമയം 10:05. നമ്മൾ എറണാകുളം ടൗണിലെത്തി നിൽക്കുന്നു. ഒരുപാട് പേരൊന്നും കയറാനില്ല. ഇവിടുന്ന് സൺഡേ ആയതുകൊണ്ടായിരിക്കും. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് വണ്ടി ഏറെക്കുറെ കാലിയുമാണ്. ജനറലിലോട്ട് അത്യാവശ്യം യാത്രക്കാർ കയറുന്നുണ്ട്. എ സിയിലോട്ടും വലുതായിട്ടൊന്നും ആൾ കയറുന്നൊന്നുമില്ല. പ്ലാറ്റ്ഫോമിന് ഹൈറ്റ് വളരെ കുറവാണ്. അത് കയറാന്ന് പറഞ്ഞാൽ ഇത്തിരി പണിയുള്ള പണിയാണ്. ഇവിടെ ക്രൂ ചേഞ്ച് ഉണ്ട്. ലോക്കോ പൈലറ്റ് മാറും, ഗാർഡ് മാറും, അതുപോലെ നമ്മുടെ TT മാറും. എല്ലാവരും മാറും ഇവിടെ വെച്ച്. യാത്രക്കാരൊക്കെ ഇറങ്ങിക്കഴിഞ്ഞ് പ്ലാറ്റ്ഫോം കാലിയാണ്. കണ്ടോ, നമ്മൾ പുറപ്പെടുകയെന്ന് തോന്നുന്നു. ചെറുതായിട്ട് ഫോൺ അടിച്ചൊന്നുമില്ല. ട്രെയിൻ നമ്പർ 16302 തിരുവനന്തപുരത്ത് നിന്നും ഷൊർണൂർ വരെ പോകുന്ന വേണാട് എക്സ്പ്രസ് എറണാകുളം ടൗൺ ഒന്നാമത്തെ പ്ലാറ്റ്ഫോം. സമയം 10:08. നിൽക്കുന്നു എന്ന് അനൗൺസ്മെൻറ്റ് വന്നപ്പോഴേക്കും വണ്ടി വിട്ട് കഴിഞ്ഞു. ഫ്രണ്ടിലത്തെ ഒരു ജനറൽ കമ്പാർട്ട്മെൻറ്റ് ഇതാണ്, പോസ്റ്റുകാരുടെയാണ്. റിസർവ്ഡ് ഫോർ EMS ആണ്. RMS, EMS അല്ല, സോറി, RMS. ഇതൊക്കെ പണ്ട് രാജാവിൻ്റെ കാലത്ത് വെച്ച ബോർഡാണെന്ന് തോന്നുന്നു, സൈസ് കണ്ടിട്ട്. അങ്ങനെ നമ്മൾ എറണാകുളം ടൗൺ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങി. ഹോണിനൊരു സൗണ്ടില്ല ലോക്കോൻ്റെ. കാരണം പ്രീ ഡിപ്പാർച്ചർ ഹോണൊന്നും ശരിക്കും കേൾക്കാൻ വയ്യ. നമ്മൾ പറയുമ്പോൾ നമ്മൾ 4-ാമത്തെ 5-ാമത്തെ കോച്ചിലാണ്. എന്നിട്ട് പോലും ശബ്ദം കേൾക്കാനില്ല. അപ്പോൾ നമ്മളിനിപ്പോൾ 80 km/h ടെറിട്ടറിയിലോട്ട് കയറി. ഇനി ഷൊർണൂർ വരുമ്പോൾ 80 kmph ആണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ആലുവ സ്റ്റേഷനിലോട്ട് എടുക്കുന്നു. ആലുവയാണ് അടുത്ത സ്റ്റോപ്പ്. ആലുവ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അങ്കമാലി സ്റ്റോപ്പുണ്ട്. ഈ വേണാട് എക്സ്പ്രസ് എന്ന് പറയുന്നത് ഒറിജിനലി തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്കുള്ള ഒരു ഇൻ്റർസിറ്റി ട്രെയിനായിരുന്നു. അത് പിന്നീട് ഇവിടുന്ന് എന്താ പറയുക, ഷൊർണൂരിലേക്ക് നീട്ടുമായിരുന്നു. ഈ ട്രെയിൻ കഴിഞ്ഞ വർഷം വരെ എറണാകുളം ജംഗ്ഷനിൽ ഒന്ന് റിവേഴ്സ് ചെയ്ത് പോകുമായിരുന്നു. അങ്ങനെ എറണാകുളം ജംഗ്ഷനിൽ ഒന്ന് റിവേഴ്സ് ചെയ്ത് പോകുന്ന 1630 ഒരു വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കാം. കഴിഞ്ഞൊരു വർഷമായിട്ടുള്ളൂ റിവേഴ്സിൽ എടുത്തുകൊണ്ട് വണ്ടി നേരെ നോർത്ത് വഴി വരാൻ. മഴ ചാറി തുടങ്ങി വീണ്ടും. Platform number 8 first.
അപ്പോൾ നമ്മളിങ്ങനെ ആലുവയിലെത്തി. സമയം ഇപ്പോൾ 10:27. നമ്മൾ എൻ്റെ വാച്ച് ഒരു ഇത്തിരി സമയം തെറ്റി കിടക്കുകയാണ്, അതുകൊണ്ട് എനിക്കറിയില്ല. പുറപ്പെട്ടു. ഓപ്പോസിറ്റ് ലൈനിൽ നമ്മുടെ പാലക്കാട് എറണാകുളം മെമു കയറി വരുന്നുണ്ട്. വരുന്നതാണ് പാലക്കാട് എറണാകുളം മെമു. വർക്കിംഗ് ഡേയ്സിൽ നമുക്ക് കാലുകുത്താൻ സ്ഥലം കിട്ടില്ല, ഇന്ന് കുറച്ചും കൂടി സ്പേസ് ഉണ്ട് അതിനകത്ത്. വർക്കിംഗ് ഡേയ്സിനൊക്കെ നോക്കുക വേണ്ട വണ്ടി. ഇതൊക്കെ 16 കോച്ച് ആക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. ഇതൊക്കെ 16 കോച്ച് ആക്കുകയാണ് ഡെയിലി സർവീസ്. ഇതിപ്പോൾ ആഴ്ചയിൽ 6 ദിവസമുള്ളൂ, ചൊവ്വാഴ്ച ദിവസങ്ങൾ ഓടുന്നില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് പെരിയാറിന് കുറുകെ പാലം കടക്കാൻ പോകുന്നു. പെരിയാറിൽ നല്ല വെള്ളം ഒഴുക്കുണ്ട്, കണ്ടോ? അപ്പുറത്തൊക്കെ നമുക്ക് വെള്ളം കയറിയിട്ടുണ്ട് മുകളിലോട്ട്. ഇങ്ങേ സൈഡിൽ കരയ്ക്ക് കാണാം, കരയ്ക്കിലോട്ട് വെള്ളം കയറിയിട്ടുണ്ട്, നല്ല ഒഴുക്കുണ്ട്. ഇവിടെയൊക്കെ കണ്ടോ, കരയിലോട്ട് വെള്ളം കയറിയിട്ടുണ്ട്. ഇക്കൊല്ലത്തെ മഴ നല്ല ഗംഭീരമാണ്. ഇവിടെയൊക്കെ വെള്ളക്കെട്ടുണ്ട്. ഇന്നലെ നല്ല മഴയായിരുന്നല്ലോ. ഇന്നലെ എറണാകുളത്ത് ഏകദേശം മഴ നിന്നിട്ടേ ഇല്ല ഇന്നത്തെ ദിവസം. ഇന്നാണ് ഇപ്പോൾ ഒരു ബ്രേക്ക് എടുത്തിട്ടുണ്ട്. മഴ മൂടി കെട്ടി നിൽക്കുകയാണ്, പെയ്യും മിക്കവാറും. ഇതാണ് പെരിയാറിന് കുറുകെയുള്ള രണ്ടാമത്തെ പാലം. ഇവിടെ നല്ലോണം വെള്ളമുണ്ട്. ഇതുവഴി പോകുമ്പോൾ ഇത് കാണിച്ചില്ലെങ്കിൽ എനിക്കൊരു സമാധാനമില്ല. കൊച്ചി എയർപോർട്ട് സാഗർ എക്സ്പ്രസ് തന്നെ. കൊച്ചി എയർപോർട്ടിൻ്റെ സോളാർ പാടം. ഈ സോളാർ ഇതിന് മുകളിലുണ്ട്, സിയാലിന് എഴുതിയിരിക്കുന്നുണ്ട്. ഇത് പുതിയതാണത്. കഴിഞ്ഞ പ്രാവശ്യം എന്നെ ശ്രദ്ധിച്ചില്ലായിരുന്നു. നമ്മളൊരു ഫ്രണ്ടാണ് പറഞ്ഞ് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടെന്നത്. അത് പുതിയ സംഭവമാണത്. അതിന് ലൈറ്റിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് അവർ. നമ്മുടെ ശബരിപാതയുടെ അവശേഷിപ്പുകൾ, ശബരിപാതയുടെ വർക്ക് തുടങ്ങാൻ നമ്മുടെ റെയിൽവേ ബോർഡ് അനുവദിച്ചിട്ടുണ്ട്. കഴിഞ്ഞിടയ്ക്ക് റെയിൽവേ മന്ത്രിയുടെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു, കേരള സംസ്ഥാന സർക്കാരിനോട് നിങ്ങളുടെ ഷെയർ ഉപയോഗിച്ച് മറ്റേ ലാൻഡ് അക്വസിഷൻ സ്റ്റാർട്ട് ചെയ്യുക, അങ്ങനെയാണെങ്കിൽ മാത്രമേ പണി മുന്നോട്ട് പോകുള്ളൂ എന്നുള്ളത്. പക്ഷേ കേരള സർക്കാർ ഇതുവരെ ലാൻഡ് അക്വസിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഉടനെ സ്റ്റാർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. കാര്യം നമ്മുടെ സ്റ്റേറ്റിന് വളരെ ക്രിട്ടിക്കലായിട്ടൊരു റെയിൽവേ പ്രോജക്റ്റാണ് ഈ പ്രോജക്റ്റ്, അങ്കമാലി എരുമേലി പ്രോജക്റ്റ്. അപ്പോൾ അധികം കാലതാമസം ഇല്ലാണ്ട് നമ്മുടെ സംസ്ഥാന സർക്കാർ ഉടനെ തന്നെ ഇതിൻ്റെ ലാൻഡ് അക്വസിഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. ഇവിടെ ഇതിനപ്പുറത്തായിട്ട് കണ്ടോ, ഇതിനപ്പുറത്തായിട്ടാണ് ട്രാക്ക് കിടക്കുന്നത്. ആ ട്രാക്കൊക്കെ അവർ വൃത്തിയാക്കി കിട്ടുന്നുണ്ട് കേട്ടോ. ഇതിനപ്പുറത്തെ ട്രാക്കുണ്ട്, അതാണ് കാലടി വരെ. ഇപ്പോൾ നിലവിൽ കാലടി വരെ ഒരു ലൈൻ ലേ ചെയ്തിട്ടുണ്ട്. അതാണ് കാലടി വരെയുള്ള ലൈന്. കഴിഞ്ഞിടയ്ക്ക് അത് ക്ലീനിങ്ങും മറ്റും ചെയ്തിരിക്കുന്നത്. അവിടെ പുതിയ ഫ്രഷ് പല്ലാസ് തട്ടിയിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങളൊക്കെ അവിടെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ റെയിൽവേ സീരിയസ് ആണ്. കേരള സർക്കാരും കൂടി സീരിയസ് ആയിട്ട് പണി തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് നമുക്ക് ഈ പുതിയ റെയിൽവേ നമുക്ക് ജസ്റ്റ് അങ്കമാലി സ്റ്റേഷനോട് എത്തുകയാണ്. അങ്കമാലി സ്റ്റേഷൻ ആണ് സത്യം പറഞ്ഞാൽ എയർപോർട്ടിലേക്ക് പോകണമെങ്കിൽ ഏറ്റവും നല്ല ഓപ്ഷൻ അങ്കമാലിയാണ്. അങ്കമാലി ഇറങ്ങി കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു ഓട്ടോറിക്ഷയ്ക്ക് പോകാനുള്ള ദൂരമുള്ളൂ. ഇവിടുന്ന് ഒരു ഓട്ടോറിക്ഷയ്ക്ക് ഒരു
രൂപ അല്ലെങ്കിൽ 250 രൂപ അതിൽ കൂടുതൽ വരില്ല. ആലുവക്കാടും ദൂരം കുറവാണ്, അപ്പോൾ നമുക്ക് ട്രാഫിക്കിനെ പേടിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ അമൃത് ഭാരത് വർക്ക് നടക്കുന്നുണ്ട്. സ്റ്റേഷൻ ബിൽഡിങ് റിനോവേഷൻ നടക്കുന്നുണ്ട്. കണ്ടോ അവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്കമാലി നമ്മൾ നിർത്തി പ്ലാറ്റ്ഫോം. ഇവിടെ ഈ റെയിൽവേ ലൈനിന് കുറുകെ, പ്ലാറ്റ്ഫോമിന് കുറുകെ ഒരു ഇതുണ്ട്, ലെവൽ ക്രോസ് ഉണ്ട്. ഇവിടെ ട്രെയിൻ നിൽക്കുന്ന സമയത്ത് ലെവൽ ക്രോസ് അടഞ്ഞ് നടക്കും. അങ്ങ് ഫ്രണ്ടിലോട്ട് മഴമേഘങ്ങൾ താന്ന് നിൽക്കുന്നുണ്ടോ? നല്ല മഴ വരുന്നുണ്ട്. മാഞ്ഞാലിത്തോടായിരുന്നു അത്. നല്ല അടിപൊളി മഴ മുന്നിലുണ്ട്. മിക്കവാറും നമ്മൾ തൃശ്ശൂരൊക്കെ എത്തുമ്പോഴേക്കും മഴയാവും. അരക്കോണത്തിന് 2872 കണ്ണൂർ ആലപ്പുഴ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് ആണ്. ഇന്നലെ ഇതേ ലോക്കോ തന്നെയായിരുന്നു അങ്ങോട്ട് പോയത്. നമ്മൾ നേത്രാവതി എക്സ്പ്രസിൻ്റെ ഇതിനെ കണ്ടായിരുന്നു ഇന്നലെ. എനിക്ക് ഈ വിഷ്വൽസ് കണ്ടിട്ട് എനിക്ക് കട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഇതാണ് ക്രാൻ അഥവാ കൊരട്ടിയങ്ങാടി സ്റ്റേഷൻ. ഈ സ്റ്റേഷൻ പകുതിക്ക് വെച്ച് 2 ലെവലാവും. വേണ്ട, നമ്മൾ കയറി പോന്നോ മറ്റേ ലൈൻ താഴോട്ട് പോകും. ഇങ്ങനത്തെ വെറൈറ്റി സ്റ്റേഷൻസൊക്കെ നമ്മുടെ ഈ റൂട്ടിൽ കാണാൻ പറ്റും. മൂടിക്കെട്ടി വന്നു വീണ്ടും. ഇതാണ് ഡിവൈൻ നഗരം. സ്റ്റോപ്പില്ല, നമ്മൾ കടന്നു പോവാം. ഞായറാഴ്ചകളിലൂടെ സ്റ്റോപ്പുകളായിട്ട് കേട്ടിട്ടുണ്ട്, പക്ഷെ ഇന്ന് നിർത്തിയില്ല എന്തായാലും. ഇതാണ് ചാലക്കുടി പുഴ. ഇതും കര കവിയാറായിട്ടുണ്ട്. നല്ലോണം പൊങ്ങിട്ടുണ്ട് വെള്ളം. ഈ വർഷം വെള്ളപ്പൊക്കമൊന്നും ഇല്ലാണ്ട്, ഫ്ലഡിങ് ഒന്നും ഇല്ലാണ്ട് പോകട്ടെ, അത്രേ ഉള്ളൂ ആഗ്രഹം. ജാംനഗർ തിരുനെൽവേലി എക്സ്പ്രസ് ആയിരുന്നു. 30474 ആയിരുന്നു ലോക്കോ, വഡോദര ഷെഡിൻ്റെ. നമ്മൾ ജസ്റ്റ് ചാലക്കുടിയിലേക്ക് എത്തുന്നു. ജസ്റ്റ് ചാലക്കുടി സ്റ്റേഷനോട് ഇപ്പോൾ കയറുകയാണ്. ഇപ്പോൾ എനിക്കൊന്ന് ഇവിടെ ഇപ്പോൾ റൗണ്ട് മഴ കഴിഞ്ഞു പോയാണെന്ന് തോന്നുന്നു. നനവുണ്ട്, ഇപ്പം മഴ പെയ്യുന്നില്ല. മഴ ചാറി തുടങ്ങി. ഞാൻ പറഞ്ഞോളൂ മഴ കഴിഞ്ഞു, മഴ തുടങ്ങി. അങ്ങനെ CKA സ്റ്റേഷനിലെത്തി. ചാലക്കുടിയിൽ നിന്ന് ജസ്റ്റ് പുറപ്പെടും. നല്ല മഴ ഉണ്ടോ, അടിപ്പ മഴ.
ക്ലാസ് മഴ. 10:56 കേട്ടോ സമയത്ത്. അടുത്ത സ്റ്റേഷൻ ഇരിങ്ങാലക്കുട, നമ്മുടെ സ്വന്തം ഇരിങ്ങാലക്കുട. സ്റ്റോപ്പുണ്ട് നമുക്കവിടെ. നമുക്ക് ഇരിങ്ങാലക്കുട പറ്റുകയാണെങ്കിൽ ഒന്ന് ഇറങ്ങി ജസ്റ്റ് കാല് കുത്തി തിരിച്ച് കയറാം. ആക്ച്വലി വന്ദേ ഭാരത് എക്സ്പ്രസ്സിനെ ക്രോസ് ചെയ്യാനുണ്ട് നമുക്ക്. ഈ വന്ദേ ഭാരത് അതിനിടയ്ക്ക് കയറി വരുമെന്നുള്ള പേടിയാണ് എനിക്കുള്ളത്. വന്ദേ ഭാരതിനെ ക്രോസിങ് നമുക്ക് മിസ് ചെയ്യാനും പറ്റില്ല, ഇരിങ്ങാലക്കുട സ്റ്റേഷനും മിസ് ചെയ്യാൻ പറ്റില്ല. എന്താ ചെയ്യുക? നല്ല മഴയായി. അങ്ങനെ നമ്മുടെ വേണ്ടി കല്ലേറ്റങ്കര അഥവാ ഇരിങ്ങാലക്കുട സ്റ്റേഷനിലോട്ട് കയറുന്നു. അങ്ങനെ നമ്മുടെ സ്വന്തം ഇരിങ്ങാലക്കുടയിലേക്ക് എത്തുന്നു. ഇത് വീണ്ടും പൂട്ടിപ്പോയി. ഇത് ഇടയ്ക്ക് തുറക്കും, ഇടയ്ക്ക് പൂട്ടും. അപ്പോൾ നമ്മളങ്ങനെ ഇരിങ്ങാലക്കുട സ്റ്റേഷനിലേക്ക് എത്തി. നമ്മുടെ സ്വന്തം ഇരിങ്ങാലക്കുട. ഒന്ന് ഇറങ്ങിയിട്ട് കയറാം. അപ്പോൾ ഇരിങ്ങാലക്കുടയിൽ ഇറങ്ങിയില്ല ഇങ്ങനെ ശരിയാവും. ഇരിങ്ങാലക്കുടയിൽ നമ്മൾ ജസ്റ്റ് ഇറങ്ങി. ഞാൻ ട്രെയിനിൽ ഒരുപാട് ദൂരം പോകുന്നില്ല, കാര്യം സിഗ്നൽ ആയി കഴിഞ്ഞു. അവിടെ നിന്ന് ALP നോക്കുന്നുണ്ട് കൊടി വീശുന്നതിന് മുമ്പ്. നമുക്ക് പോകാനുള്ള സ്റ്റാർട്ടർ ആയി കഴിഞ്ഞു. അതാണ് നമ്മുടെ സ്റ്റാർട്ടർ. അപ്പോൾ അങ്ങനെ ഇരിങ്ങാലക്കുട നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. നല്ല ജേക്കാണ് ഇപ്പോഴും. അതെ, ഇപ്പോൾ എടുത്തപ്പോഴും നല്ല ജേക്കാണ്. ഈ പുതിയ LP മാർ കയറിയിട്ട് നല്ല അടിപൊളി ജേക്കാണ്. ജേക്ക് എങ്ങനെ അടിപൊളിയാവുക അല്ലേ? അടി പൊളിഞ്ഞുകൊണ്ടിരിക്കുക, അതാണ്. ഇതുവരെയൊക്കെ എത്ര പ്രാവശ്യം നടന്നിട്ടുള്ളതാണ്. നമ്മൾ ഇരിങ്ങാലക്കുടയിൽ നിന്നൊരു യാത്ര തുടങ്ങിയിട്ട് കുറേ കാലമായി. കാര്യം ഞാനിപ്പോൾ 2 വർഷമായിട്ട് പെരുന്തൽമണ്ണയിലാണ്. അവിടെ ഏകദേശം ഏറെക്കുറെ സെറ്റിലായ പോലെ തന്നെയായി. നമ്മൾ ജസ്റ്റ് മെയിൻ ലൈനിലേക്ക് തിരിച്ച് കയറുന്നു. ഇതുവരെ വന്ദേ ഭാരതിനുള്ള സിഗ്നൽ ആയിട്ടില്ല. വന്ദേ ഭാരതിന് വരാണ്ട്. വന്ദേ ഭാരത് കുറച്ച് നേരത്തെ പുതുക്കാടായിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഇതുവരെ സിഗ്നൽ കൊടുത്തിട്ടില്ല അതിന്. നമ്മൾ കാത്തിരുന്ന സാധനം ഇത് മാംഗ്ലൂർ ട്രിവാൻഡ്രം വന്ദേ ഭാരത് 16 കോച്ച് വണ്ടി. കറക്റ്റ് നമ്മുടെ മരം. നമ്മൾ തൃശ്ശൂരിനോട് അടുത്തുകൊണ്ടിരിക്കുന്നു. മഴ നിന്നിട്ടില്ല, നല്ല മഴയാണ് ഇപ്പോഴും. നല്ലകുടയുടെ 30778 ശബരി എക്സ്പ്രസ് ആണ്.
ജസ്റ്റ് തൃശ്ശൂരിലേക്ക് കയറും. നല്ല വിശപ്പ്. ഇവിടെ നേരം കഴിക്കാൻ കിട്ടിയ കൊള്ളായിരുന്നു. പാൻട്രി കയറിയൊന്നും വരുന്നില്ല. എനിക്ക് അവരെ സ്റ്റോക്കൊക്കെ കഴിഞ്ഞു. പാൻട്രി അല്ല, സോറി, നോൺ ഫുഡ് കാറ്ററിംഗുകാർ. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് തൃശ്ശൂരിലേക്ക് പ്രവേശിച്ചു. ലെഫ്റ്റ് സൈഡിലെ പ്ലാറ്റ്ഫോമിൽ കിടക്കുന്നത് തൃശ്ശൂർ ഗുരുവായൂർ പാസഞ്ചറാണ്. അപ്പോൾ അത് ആദ്യം പോകും, നമ്മൾ ആദ്യം പോകുന്നത് കാണണം. നമ്മളങ്ങനെ തൃശ്ശൂർ സ്റ്റേഷനിലേക്ക് എത്തി. ഞാൻ കഴിക്കാനുള്ള എന്തെങ്കിലും മേടിക്കട്ടെ. അത് കഴിക്കാനുള്ള മേടിച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള എണ്ണക്കടിയാണിത്, പരിപ്പ് വട. 2 പരിപ്പ് വട മേടിച്ചാണ് പ്ലാറ്റ്ഫോം സ്റ്റോളിൽ നിന്ന്. തൃശ്ശൂരിൽ നിന്ന് പുറപ്പെടുക. നമ്മുടെ സ്റ്റാർട്ടർ ആയിട്ടുണ്ട്. ബാക്ക് 4227 ആണ് ഗുരുവായൂർ പാസഞ്ചറിൻ്റെ ലോക്കോ. രായപുരത്തിന് 30575 ധൻബാദ് ആലപ്പുഴ എക്സ്പ്രസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കോച്ച് കാലിയായിട്ട് ആരും തന്നെ ഇല്ല. ഇത്രയും പേരേ ഉള്ളൂ ഇനി ഷൊർണൂരിലേക്ക് പോകാൻ. എറണാകുളത്തെപ്പോൾ തന്നെ വണ്ടി ഏറെക്കുറെ കാലിയായിരുന്നു. പിന്നെ നമ്മൾ വലിയ തിരക്കുണ്ടായിരുന്നില്ല. അപ്പം നമ്മുടെ ഈ റണ്ണിലെ ഡെസ്റ്റിനേഷന് മുമ്പുള്ള സ്റ്റോപ്പ്, പെനൽറ്റിമേറ്റ് സ്റ്റോപ്പായ വടക്കാഞ്ചേരിയിലേക്ക് എത്തുകയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നേരെ ഷൊർണൂരാണ് നമുക്ക് സ്റ്റോപ്പുള്ളത്. അപ്പോൾ ഇവിടെയും കൂടി നമുക്കൊരു ക്രോസിംഗ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇവിടുത്തെയൊക്കെ ലൂപ്പ് ലൈൻസിൻ്റെ മറ്റേ ക്രോസ് ഓവേഴ്സ് പണിഷ്മെൻ്റാണ്. 15 ക്യാമ്പേഴ്സിൽ പതുക്കെ പാസ് ചെയ്യണം നമ്മൾ. പുറകിലും മലകളും നമ്മുടെ നീലയും ചുവപ്പും കളർ റേക്കും. ജസ്റ്റ് അറൈവിങ് അറ്റ് വടക്കാഞ്ചേരി. വടക്കാഞ്ചേരി നല്ല മാസ് സ്റ്റേഷനാണ്. കണ്ട എന്താ ലുക്ക്. ഓപ്പോസിറ്റ് ലൈനിൽ നമുക്ക് ക്രോസ് ചെയ്യാനുള്ള വണ്ടിയും കയറി വരുന്നുണ്ട്. വടക്കാഞ്ചേരി സ്റ്റേഷനും അമൃത് ഭാരത് അപ്ഗ്രേഡ് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഡിജിറ്റൽ മറ്റേ കോച്ച് പൊസിഷൻ ഇൻഡിക്കേറ്റേഴ്സ് ഫിറ്റ് ചെയ്യുന്നുണ്ട്. സ്റ്റേഷൻ ബിൽഡിങ്ങിന് മുൻവശമൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട്. വലിയ കൊടിമരം വന്നിട്ടുണ്ട്. അടിപൊളി. എനിക്ക് ആ കൂടി ഇഷ്ടപ്പെടാത്ത കാര്യം ഈ റൂഫിൻ്റെ അടിയിൽ ഈ ACP വെക്കുന്നതാണ്. ഒരു ആവശ്യമില്ല എൻ്റെ അടിയിൽ ACP വെക്കുന്നതിൻ്റെ. അല്ലാണ്ട് തന്നെ അത് വൃത്തിയായിട്ട് ചെയ്യാവുന്നതാണ്. അരക്കോണത്തിൻ്റെ 22774 ആണ് ലോഗോ. മംഗളൂരു സെൻട്രൽ കന്യാകുമാരി പരശുറാം എക്സ്പ്രസ് ആണത്. നമ്മൾ നിർത്തിയ പ്ലാറ്റ്ഫോമിൽ നിന്ന് കാണിച്ചേക്കാന്ന് വെച്ചാൽ സ്റ്റാർട്ടറൊക്കെയായി. ഇതാണ് നമ്മൾ നിർത്തിയ പ്ലാറ്റ്ഫോം. സ്റ്റാർട്ടറൊക്കെ കഴിഞ്ഞാൽ ആൾക്കാർ ഇറങ്ങി തീരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാൻ തോന്നുന്നു. ബാക്ക് കേവ് ആയതുകൊണ്ടൊന്നും കാണാനും പറ്റില്ല. നമ്മൾ ഞെട്ടലോടുകൂടി എടുത്തു.
വലിയ സ്പീഡൊന്നും പിടിക്കില്ല, കാര്യം നമുക്ക് ഈ ലൂപ്പ് കിടക്കണമല്ലോ. നമ്മൾ ട്രെയിനിന് വർക്ക് ചെയ്യുന്ന ലോക്കോന് തീരെ സൗണ്ടില്ല കേട്ടോ, ഹോണിന്. കിലോമീറ്ററിന് സ്പീഡ് റെസ്ട്രിക്ഷൻ ഉണ്ട്. എനിക്കൊന്ന് ട്വിൻ G9 ഹോൾഡ് ഫ്ലൈറ്റ്. കഴിഞ്ഞ പ്രാവശ്യം മണ്ണിടിച്ചിലുണ്ടായത് കണ്ടോ, ഇവിടെയാണ് മണ്ണിടിച്ചിലുണ്ടായ സർവീസ് എഫക്റ്റ് ആയത്. വള്ളത്തോൾ നഗറിലേക്ക് എത്തിയിരിക്കുകയാണ്. തിരുവനന്തപുരം ഡിവിഷനിലെ അവസാനത്തെ സ്റ്റേഷൻ. അങ്ങനെ അറ്റത്തെ പ്ലാറ്റ്ഫോം കണ്ട് നല്ല പ്രോപ്പറായിട്ട് റേസ് ചെയ്ത് നല്ല അടിപൊളിയാക്കി ഇടുന്ന പ്ലാറ്റ്ഫോം. പണ്ട് ലോ ലെവൽ പ്ലാറ്റ്ഫോമായിരുന്നു. ആ സ്റ്റേഷൻ്റെ മുൻവശമൊക്കെ കണ്ടോ, അവിടെ ഫുള്ള് ഷീറ്റിട്ട് അവിടെ ഒരു ഗാർഡൻ ഉണ്ടായിരുന്നു. ഗാർഡൻ നശിപ്പിച്ച് കളഞ്ഞു അവന്മാർ. പക്ഷേ നമ്മൾ ജസ്റ്റ് വള്ളത്തോൾ നഗർ കഴിഞ്ഞു. ഈ റോഡിൻ്റെ കാരണവർ 22041 മാപ്പ് 1 തൃശ്ശൂർ പാസഞ്ചറായിട്ട്, ഷൊർണൂർ തൃശ്ശൂർ പാസഞ്ചറായിട്ട് കടന്നു വരികയാണ്. ഇത് നിലമ്പൂർ റോഡ് ഷൊർണൂർ പാസഞ്ചറും പിന്നെ ഷൊർണൂർ തൃശ്ശൂർ പാസഞ്ചറുമാണ്. അപ്പോൾ നിലമ്പൂർ റോഡിൽ നിന്ന്, നിലമ്പൂർ സൈഡിൽ നിന്നുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ ഇത് കയറി നേരെ തൃശ്ശൂർ വന്ന് ഇറങ്ങാം. നിലമ്പൂരിൽ നിന്ന് ഷൊർണൂർ അത്യാവശ്യം നല്ല തിരക്കുള്ള ട്രെയിനാണത്. അത് കഴിയുമ്പോൾ വലിയ തിരക്കുണ്ടാവാറില്ല. മേ ബി തൃശ്ശൂർക്ക് വണ്ടി പോകുമെന്ന് അറിയാൻ മേലാത്തതുകൊണ്ടാണോ എന്താണെന്നറിയില്ല. അപ്പോൾ നമ്മുടെ തിരുവനന്തപുരം ഡിവിഷൻ റൺ കഴിഞ്ഞ് നമ്മൾ പാലക്കാട് ഡിവിഷനിലേക്ക് കയറിയിരിക്കുകയാണ്. തൊട്ടപ്പുറത്തായിട്ടാണ് ഭാരതപ്പുഴ പാലം. ഭാരതപ്പുഴയിലെ വെള്ളത്തിൻ്റെ അളവ് കണ്ടുവന്നത്. പിന്നെ അങ്ങേ അറ്റത്തൊരു ട്രെയിൻ പോകുന്നുണ്ടോ, അത് മറ്റേ ലൈനാണ്, നമ്മുടെ ഒറ്റപ്പാലത്ത് നിന്ന് വരുന്ന ലൈനാണത്. അതിൽ കൂടെ ട്രെയിൻ പോകുന്നുണ്ട്. ഇതെന്താ വെള്ളം എന്നുണ്ടോ, ഭാരതപ്പുഴയിൽ ഇങ്ങനെ വെള്ളം കാണണമെന്നുണ്ടെങ്കിൽ അത്രയും മഴ പെയ്തിട്ടുണ്ട് മുകളിൽ മലയിൽ. ഇവിടെയായിട്ട് അപ്പുറത്തെ സൈഡിൽ അടുത്ത പാലത്തിന്, പുതിയ പാലത്തിന് പ്രിപ്പറേറ്ററി വർക്ക്സ് നടക്കണ്ടായിരുന്നു. അതിന് കൊണ്ടുവന്ന സാധനങ്ങളാണ് തോന്നി കിടക്കുന്നതെല്ലാം. ഇതൊന്ന് വർക്ക് ഇപ്പോൾ തൽക്കാലത്തേക്ക് നിർത്തി വെച്ചിരിക്കാൻ തോന്നുന്നു. അതായത് പൈലിംഗ് ചെയ്യാനുള്ള മെഷീനൊക്കെ അവിടെ ഉണ്ട്.
വർക്ക് ഇപ്പോൾ തൽക്കാലം നിർത്തി വെച്ചിരിക്കും. മഴയല്ല, അങ്ങനത്തെ മഴയാണ് ഈ കൊല്ലം, വല്ലാത്തൊരു മഴയാണ്. ഞാൻ പറഞ്ഞു, നേരത്തെ പറഞ്ഞല്ലോ ഒരു ട്രെയിൻ അവിടെ നിന്ന് ഒറ്റപ്പാലം സൈഡിലേക്ക് ഉണ്ടെന്ന് കാണുന്നു. അത് ഒറ്റപ്പാലം സൈഡിൽ നിന്ന് ഷൊർണൂരിലേക്ക് കയറുകയാണ്. നമ്മളിപ്പോൾ അങ്ങനെ ഷൊർണൂർ ട്രയാങ്കിളിൽ കയറി. ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ലൈനുകളാണ് ലിങ്ക് ലൈന് ഒറ്റപ്പാലത്തേക്ക് പോകുന്നത്. ഇതൊക്കെ നമ്മൾ ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുള്ളതാണ്, എന്നാലും ഒന്ന് കണ്ടേക്കാം ഇല്ലേ, വീണ്ടും കാണുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. വല്ലാത്ത ജോക്കിംഗ് ആണ്. അത് മിക്കവാറും 16159 ആയിരിക്കണം മിക്കവാറും. താമ്പരം മാംഗ്ലൂർ എക്സ്പ്രസ്. കാര്യം AC കോച്ചും ഉണ്ട്, സ്ലീപ്പറും ഉണ്ട്, ഫ്രണ്ടിൽ കുറച്ച് എക്സ്ട്രാ സെക്കൻഡ് ക്ലാസ് കോച്ചും ഉണ്ടായിരുന്നു. മിക്കവാറും അത് തന്നെ ആയിരിക്കണം. ഞാൻ പറഞ്ഞ വേണ്ടിയാണ് താമ്പരം മംഗളൂരു എക്സ്പ്രസ്. നമ്മുടെ പതിവ് പ്ലാറ്റ്ഫോമായ പ്ലാറ്റ്ഫോം നമ്പർ 6 ആയിരിക്കും കയറുന്നത്. ഈ വണ്ടി സാധനം 6 എടുക്കുന്നത്. ഇന്ന് 7 എടുക്കുന്നത്. പതിവിന് വിപരീതമായിട്ട് പ്ലാറ്റ്ഫോം 7 എടുക്കുന്നത്. സാധാരണ ഈ വണ്ടി പ്ലാറ്റ്ഫോം 6 എടുക്കാറ്. ഇന്നത്തെ നമ്മുടെ യാത്രയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. ഇന്ന് നമ്മൾ എന്താ പറയുക, നമ്മുടെ ഈ യാത്ര മൊത്തത്തിൽ തുടങ്ങിയത് പ്ലാറ്റ്ഫോം 7 ഷൊർണൂരിലായിരുന്നു. തിരിച്ചൊന്ന് അവസാനിക്കുന്ന പ്ലാറ്റ്ഫോം 7 ഷൊർണൂരിലായിരുന്നു. തിരുവനന്തപുരത്ത് ഇന്നലെ നമ്മൾ പോയി കയറിയത് പ്ലാറ്റ്ഫോം നമ്പർ 2 ഇന്ന് രാവിലെ നമ്മുടെ യാത്ര പുറപ്പെട്ടതും പ്ലാറ്റ്ഫോം നമ്പർ 2 അപ്പോൾ നമ്മളങ്ങനെ ഷൊർണൂരിലെത്തിയിരിക്കുകയാണ്. ഷൊർണൂരിലെത്തി ട്രെയിൻ മൊത്തം കാലിയായി. നോക്കുമ്പോൾ അതൊക്കെ ഇറങ്ങാം. കാറ്ററിംഗുകാരുടെ ബോക്സാണ്. സമയം 12:25. എൻ്റെ വാച്ചിൽ നേരത്തെ പറഞ്ഞാൽ എൻ്റെ വാച്ച് കുറച്ച് ഫാസ്റ്റാണ്. നമുക്കെന്നാൽ ഇപ്പോൾ നമ്മുടെ ലോക്ക് ഒന്ന് ചെക്ക് ചെയ്തിട്ട് നമുക്ക് സ്റ്റേഷന് പുറത്തേക്ക് ഇറങ്ങാം. ലോക്കോ അൺകപ്ലിംഗ് ഒക്കെ ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു. മഴ ചാറുന്നുണ്ട്. പെട്ടെന്ന് പോകണം നമുക്ക്, അല്ലെ പണി പാടും. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ട്രെയിന്, വേണാട് എക്സ്പ്രസ്, തിരുവനന്തപുരം ഷൊർണൂർ ജംഗ്ഷൻ 30358. അത് നമ്മുടെ ലോക്കോ. ഇവിടെ ലോക്കോ അൺകപ്ലിങ്ങിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതായിരുന്നു നമ്മുടെ ലോക്കോ 30358. ഒന്ന് ഫ്രണ്ടിൽ നിന്ന് കണ്ടിട്ട് അങ്ങ് പോയേക്കാം. അപ്പുറത്ത് നേത്രാവതി എക്സ്പ്രസ് കയറി വരുന്നുണ്ട്. അത് ഏത് പ്ലാറ്റ്ഫോമിലേക്കാണെന്ന് അറിയില്ല. അപ്പോൾ ഇതായിരുന്നു നമ്മൾ വർക്ക് ചെയ്ത 30358. വർക്ക് കഴിഞ്ഞു. റോയപുരത്തിൻ്റെ 30319 ഇതായിരുന്നു 16159 കൊണ്ടുവന്നത്. നേത്രാവതി എക്സ്പ്രസ് ഒന്ന് കണ്ടിട്ട് അങ്ങ് പോയേക്കാം. ഞാൻ അതിന് വേണ്ടി പ്ലാറ്റ്ഫോമിൽ കയറി നിൽക്കുകയായിരുന്നു. നമ്മുടെ ആ ലോക്കോടെ അൺകപ്പിളായി കഴിഞ്ഞു. 30358 അൺകപ്പിൾ ചെയ്ത് റീ എനർജൈസ് ചെയ്തു. അപ്പോൾ അത് ഊരിക്കൊണ്ട് പോകും. ഇപ്പോഴത്തെ 30413 റോയപുരത്തിൻ്റെ ലോക്കോ ആണ് നേത്രാവതിയും കൊണ്ടുവരുന്നത്. അപ്പോൾ അങ്ങനെ നേത്രാവതി എക്സ്പ്രസ് ഷൊർണൂരിലേക്ക് എത്തി. നമ്മൾ ഇന്നലെ നേത്രാവതി എക്സ്പ്രസ് നമ്മുടെ യാത്ര.
നേത്രാവതി എക്സ്പ്രസ് നമുക്ക് വീണ്ടും കാണാനുള്ള അവസരം കിട്ടി. അപ്പോൾ അങ്ങനെ നമ്മുടെ യാത്ര കഴിഞ്ഞ് നമ്മൾ ഷൊർണൂർ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ് ഫോക്സ്. പുറത്തെത്തി. നിങ്ങൾ ഫുൾ വീഡിയോ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റ്സ് സജഷൻസൊക്കെ രേഖപ്പെടുത്തണം. നമ്മുടെ ബ്യൂട്ടിഫുൾ ഷൊർണൂർ സ്റ്റേഷൻ ഇതാണ്. നിങ്ങളുടെ കമൻറ്റ്സ് സജഷൻസൊക്കെ രേഖപ്പെടുത്തണം. സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. സൂപ്പർ താങ്ക്സ് മെമ്പർഷിപ്പ് പോലത്തെ മെത്തേഡ്സ് വഴിയൊക്കെ നിങ്ങൾക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യാവുന്നതാണ്. പിന്നെന്താണ്, അടുത്ത വീഡിയോയിൽ അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. അടുത്ത വീഡിയോയിൽ നിങ്ങൾ കൂടെ ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഉറച്ചു വിശ്വസിക്കുന്നു. അപ്പോൾ see you again in the next video. This is Binay Shankar signing off from Platform 7. Until the next video, bye-bye.